നിന്നിൽ നിന്ന് എന്നിലേക്ക് അവസാന ഭാഗം. രചന അനീബി ജൂഫിദ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി. കുറെ സമയം തന്റെ ആ നിശബ്ദതയെ കൂട്ടുപിടിച്ച് അങ്ങനെ നിന്നു. ശേഷം അവനൊപ്പം വീട്ടിലേക്ക് നീങ്ങുമ്പോൾ അവനും പിന്നീട് ആ ചോദ്യം ആവർത്തിച്ചില്ല. ദിവസങ്ങൾ വീണ്ടും മാസങ്ങൾക്ക് വഴിമാറി. കല്യാണം കഴിക്കാൻ പറഞ്ഞതിന് വഴക്കിട്ട് അന്ന് വയനാട്ടിലേക്ക് ട്രാൻസ്ഫർ വാങ്ങിപ്പോയ ശ്രീത്ത് തിരിച്ചുവിന് നാട്ടിലേക്ക് ചെല്ലാതായതോടെ അവന്റെ പോക്ക് ശരിയില്ലെന്ന് തീർത്തു പറഞ്ഞ് മുത്തശ്ശി അവന്റെ അമ്മ സുധിയെയും ഡിഗ്രിക്ക് പഠിക്കുന്ന പെങ്ങൾ ശ്രീമയ്യെയും കൂട്ടി വയനാട്ടിലേക്ക് പുറപ്പെട്ടു. അന്ന് കോളേജ് അവധിയായിരുന്നു. വീട് വൃത്തിയാക്കും തിരക്കിലായിരുന്നു ഭവാനിയും ശ്രീജിത്തും. ഉച്ചഭക്ഷണം കഴിഞ്ഞ് വൈകിട്ടത്തേക്ക് എന്തോ തയ്യാറാക്കാൻ ശ്രീജിത്ത് അടുക്കള കയറിയതായിരുന്നു. പെട്ടെന്നാണ് എന്തോ പൊട്ടുന്നൊരു ശബ്ദം കേട്ടത്. ഭവാനി ഓടി അടുക്കളയിൽ ചെന്ന് നോക്കുമ്പോൾ കണ്ട കാഴ്ചയിൽ അവൾ അറിയാതെ ചിരിച്ചുപോയി. മാവ് അരച്ചുകൊണ്ടിരുന്ന മിക്സി ജാർ പൊട്ടി അതിലെ മാവ് ശ്രീജിത്തിന്റെ തലവഴി ഒഴുകി ഒരു പ്രതിമയെ പോലെ നിൽക്കുന്നു അവൻ. ആ നിൽപ്പ് കണ്ട് എത്ര നേരം അവൾ ചിരിച്ചു എന്നറിയില്ല. മാസങ്ങൾക്ക് ശേഷമുള്ള പൊട്ടിച്ചിരിയായിരുന്നു അതെങ്കിൽ അവളുടെ ആ ചിരി അവന് ആശ്വാസമായിരുന്നു. എന്റെ സാറിന്റെ ഇന്നത്തെ ജോലികൾ ഇതോടെ കഴിഞ്ഞു. ഇനി വേഗം പോയി കുളിച്ചു വന്നു, ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. ആളവന് ഉന്തിത്തള്ളി വിട്ട് ജോലികൾ തുടരുമ്പോഴാണ് മുറ്റത്തൊരു കാറ് വന്നിരുന്ന ശബ്ദം കേട്ടത്. ഈ നേരത്തെ ഇതാരാ? ഭവാനി പരിഭ്രമത്തോടെ പോയി വാതിൽ തുറന്ന് വരാന്തയിലേക്ക് ഇറങ്ങുമ്പോൾ മുന്നിൽ അപരിചിതരായ രണ്ട് സ്ത്രീകൾ. സെറ്റ് സാരിയെടുത്ത് ഗാംഭീര്യത്തോടൊരു മുത്തശ്ശി, ശാന്തയായ ഒരമ്മ. ഭവാനി പരിഭ്രമിച്ച് നിന്നു. അവളവിടെ കണ്ട് അവരും പരിഭ്രമിച്ചു എന്ന് അവരുടെയൊക്കെ മുഖം കണ്ടാൽ അറിയാം. ആ മുത്തശ്ശി അവളെ തന്നെ നോക്കിയാണ് മുന്നോട്ട് നടന്ന്. കുട്ടി ആരാ? ശ്രീജിത്ത്? മുത്തശ്ശിയാണ് ചോദിച്ചത്. അവരുടെ നോട്ടം ഭവാനിയുടെ കണ്ണുകളിലേക്കായിരുന്നു. സാധാരണ നോട്ടത്തേക്കാൾ എന്തോ ഒരാഴം ആ നോട്ടത്തിനുണ്ടായിരുന്നു. സാറ് കുളിക്കുക, അകത്തേക്ക് വാ. ഭവാനി വിറക്കുന്ന ശബ്ദത്തിന് മറുപടി നൽകി. അപ്പോഴേക്കും കുളി കഴിഞ്ഞ് മുടി തോർത്തി ശ്രീജിത്ത് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. മോളെ ഏതാ? മുത്തശ്ശി അവളോട് ചോദിക്കുന്ന കേട്ടാണ് അവൻ പുറത്തേക്ക് എത്തി നോക്കിയത്. ഈശ്വരാ, മുത്തശ്ശി! അവൻ തലയിൽ കൈവച്ച് പോയി. അവൻ വേഗം മുന്നോട്ട് നടന്നുവെങ്കിലും അപ്പോഴേക്കും മുത്തശ്ശിയുടെ ചോദ്യത്തിന് മറുപടി നൽകി കഴിഞ്ഞിരുന്നു. ഞാൻ ഭവാനി, സാറിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന. താമസം എവിടെയാ? നശിപ്പിച്ചു. ഭവാനിയുടെ മറുപടി കേട്ടത് മുന്നോട്ടിടെ സ്ത്രീയൊന്നും നിന്നു. മുത്തശ്ശിയുടെ സ്വഭാവത്തിന് ഇന്നിവിടെ വല്ലതൊക്കെ നടക്കും. അവള് തനിക്കോ ആരില്ലെന്നറിഞ്ഞ മുത്തശ്ശി ചിലപ്പോൾ അവൾ ഇവിടുന്ന് ഇറക്കി വിടാൻ പോലും ശ്രമിച്ചേക്കും. തൽക്കാലം മുത്തശ്ശി ഒന്ന് അടക്കി നിർത്തണം എന്ന് കരുതി അവൻ ഭവാനിയുടെ അരികിലേക്ക് ഓടി മുത്തശ്ശി അമ്മയൊക്കെ നോക്കി. ശ്രീ, ഇതാരാ ശ്രീ? അല്പം ഗൗരവത്തിൽ അമ്മയാണ് ചോദിച്ചത്. അത് പിന്നെ അമ്മ, ഇത് ഭവാനി, ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന. എനിക്ക് ഭവാനി ഇഷ്ടമാ എന്നും വരട്ടെ എന്ന് കരുതി അവൻ അങ്ങനെ പറഞ്ഞു. ഭവാനി ഞെട്ടിപ്പിടിഞ്ഞ് അവനെ നോക്കിപ്പോയി. ഞാൻ പിന്നെ വിശദീകരിക്കാം എന്ന ഭാഗത്തിൽ അവൻ കണ്ണുകൾ കൊണ്ട് അവളെ ആശ്വസിപ്പിച്ചു. എങ്കിലും അവളുടെ കണ്ണിലെ പരിഭ്രമം മാറിയില്ല. പക്ഷേ മുത്തശ്ശി അവനെ മറുപടി കേട്ടതായി പോലും ഭാവിക്കാതെ ഭവാനിയെ തന്നെ നോക്കിയിരുന്നു. അവർ പതുക്കെ നടന്നിരുന്ന് അവളുടെ കവിളിൽ തൊട്ടു. മോളുടെ അമ്മ ശ്രീദേവി, ഭവാനി പതുക്കെ പറഞ്ഞു. മുത്തശ്ശിയുടെ കണ്ണുകളിൽ പെട്ടെന്ന് ഒരു മിന്നൽ പിണർപ്പ് പടർന്നു കയറി. വിറക്കുന്ന ശബ്ദത്തിൽ അവർ അടുത്ത ചോദ്യം ചോദിച്ചു. അരവിന്ദന്റെ? അതെ, മകളാ. ആ മറുപടി കേട്ടതും മുത്തശ്ശി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഭവാനിയെ ചേർത്ത് പിടിച്ചു. എന്റെ കുഞ്ഞെ, മുത്തശ്ശി അറിഞ്ഞില്ലല്ലോ നീ എന്റെ ശ്രീദേവിയുടെ മകളാണെന്ന്. നീ എവിടെയായിരുന്നു ഇത്രയും കാലം? പൊട്ടിക്കരച്ചിലൂടെ മുത്തശ്ശി അത് പറയുമ്പോൾ ശ്രീത്തും കുടുംബം അന്തിച്ചിന്ന് പോയിരുന്നു. പണ്ട് നാട് വിട്ടുപോയ അച്ഛമ്പങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. എന്നും അച്ഛന്റെ നെഞ്ചിലെ നോവായവൾ, ഒരിക്കലെങ്കിലും ഒന്ന് കാണാൻ അച്ഛനും ആ കുടുംബം ആഗ്രഹിച്ചവൾ, അവളുടെ മകൾ. താൻ ഇത്രയും കാലം കാവൽ നിന്ന് തന്റെ തന്നെ കുടുംബത്തിലെ ഒരു കണ്ണിയായിരുന്നു എന്ന തിരിച്ചറിവിൽ ശ്രീജിത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു. വീടിന്റെ വരാന്തയിൽ ആ തണുത്ത കാറ്റേറ്റിരിക്കുമ്പോൾ മുത്തശ്ശിയുടെ ശബ്ദം വിറക്കുന്നുണ്ടായിരുന്നു. ഭവാനിയുടെ കൈകൾ തന്റെ കൈക്കുള്ളിൽ ചേർത്ത് പിടിച്ച് അവർ പഴയ കാലത്തിന്റെ ഏടുകൾ ഓരോന്നായി തുറന്നു. എന്റെ ശ്രീദേവി, കാഴ്ചയിൽ നീ അവൾ തന്നെയാ മോളെ. ഇവന്റെ അച്ഛന് ശേഷം ഞങ്ങൾ ഒരുപാട് നേർച്ചകളും വഴിപാടും നടത്തി കാത്തിരുന്ന് കിട്ടിയ പെൺകുഞ്ഞ്. പഠിക്കാനും കലയിലൊക്കെ മിടുക്കിയായിരുന്നു അവള്. ഞങ്ങളെ തറവാടിന്റെ ഐശ്വര്യം, ഞങ്ങളുടെ ദേവി. പക്ഷേ ഞങ്ങളെക്കാൾ അവൾ സ്നേഹിച്ച് ഇവന്റെ അച്ഛനെയായിരുന്നു. ഒരനിയത്തിയായിട്ടല്ല, ഇവന്റെ അച്ഛൻ അവനവള് സ്വന്തം മകളായിരുന്നു. മുത്തശ്ശിയോ നിർത്തി ദീർഘനിശ്വാസമെടുത്ത് ദൂരേക്ക് നോക്കി. പക്ഷേ ഒരു ദിവസം നിന്റെ അച്ഛൻ്റെ കൂടെ ഒരു വാക്ക് പോലും പറയാതെ അവൾ പടിയിറങ്ങി. ഞങ്ങൾ ഒരുപാട് തിരഞ്ഞു. ഓരോ ആൾക്കൂട്ടത്തിൽ ഇന്നും ഞങ്ങളുടെ കണ്ണുകൾ അവളെ തിരയാറുണ്ട്. പക്ഷെ അവൾക്ക് ആ സ്നേഹമൊന്നും ഉണ്ടാവില്ല. അതല്ലേ ഒന്ന് വിളിക്കുക പോലും ചെയ്യാണ്ടിരുന്ന്. എനിക്ക് അവളെ ഒന്ന് കാണണം. നമുക്ക് ഇന്ന് തന്നെ പോവാം മോളെ. മുത്തശ്ശിയുടെ തിടുക്കം കണ്ടപ്പോൾ ഭവാനിയുടെ ഉള്ളൊന്ന് പിടഞ്ഞു. കണ്ണുനീർ തടയാനാവാതെ അവൾ പതുക്കെ പറഞ്ഞു. മുത്തശ്ശി, അമ്മ ഞാൻ ജനിച്ചപ്പോൾ തന്നെ പോയതാ. പിന്നെ അച്ഛനായിരുന്നു എന്നെ വളർത്തിയത്. 4 വർഷം മുമ്പ് അച്ഛനും എന്നെ വിട്ടു പോയി. അതുവരെ ഉള്ളിലൊതുക്കിയ പ്രതീക്ഷകൾ തകർന്നു വീണ നിമിഷം. സ്വന്തം മകൾ മരിച്ച വിവരം പോലും അറിയാതെ വർഷങ്ങളോളം അവളെ കാത്തിരുന്ന അമ്മയുടെ ഹൃദയം തകർന്നുപോയി. മുത്തശ്ശി വിറക്കുന്ന കൈകളോടെ മുഖം പൊത്തി കരഞ്ഞു. മകൾ നഷ്ടമായെങ്കിലും അവളുടെ പകർപ്പായി മുന്നിൽ നിൽക്കുന്ന ചെറുമകളെ ഉപേക്ഷിക്കാൻ ആ മുത്തശ്ശിക്ക് കഴിഞ്ഞില്ല. അവൾ കരഞ്ഞുകൊണ്ട് ശ്രീയത്തിന്റെ അമ്മയെ നോക്കി പറഞ്ഞു.
സുധേ, നമ്മുടെ ശ്രീക്ക് തെറ്റിയില്ല. അവൻ കണ്ടെത്തിയ നമ്മുടെ സ്വന്തം മോളെ തന്നെയാ. ആ മുത്തശ്ശി നിർവൃതിയോട് അത് പറയുമ്പോൾ ശ്രീത്ത് സ്തംഭിച്ച് നിൽക്കുകയായിരുന്നു. മുത്തശ്ശിയെ സമാധാനിപ്പിക്കാൻ പറഞ്ഞുപോയ ആ കള്ളം ഇനി എങ്ങനെ തിരുത്തുന്ന അവൻ അറിയില്ലായിരുന്നു. ആൾ നിസ്സഹായനായി ഭവാനിയെ നോക്കി. അപ്പോഴേക്കും ശ്രീത്തിന്റെ അമ്മ ഓടിയൊന്ന് ഭവാനിയെ ചേർത്ത് പിടിച്ചു. അവരവളുടെ നെറുകയിൽ ചുംബിച്ചു. തനിക്ക് ചുറ്റും നടക്കുന്ന എന്താണെന്നറിയാതെ ഭവാനി പകച്ചു നിന്നു. വർഷങ്ങളായി താൻ അനുഭവിച്ച അനാഥത്വത്തിന് വിരാമം വിട്ട് പെട്ടെന്നൊരു ദിവസം ഒരു കുടുംബം മുഴുവൻ തന്നെ പൊതിയുമ്പോൾ ആ സ്നേഹത്തിന്റെ ആഴം താങ്ങാൻ അവൾ കഴിയുന്നില്ലായിരുന്നു. മുത്തശ്ശിയുടെയും അമ്മയുടെയും സ്നേഹപ്രകടനങ്ങൾക്കിടയിൽ തന്നെ അമ്പരപ്പോടെ നോക്കി നിൽക്കുന്ന സ്ത്രീയത്തിന്റെ കണ്ണുകളിലേക്ക് അവൾ ദയനീയമായി നോക്കി. അവൻ അവളോട് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. എങ്കിലും ഉള്ളിൽ ഒരേ ഒരു ചോദ്യം മാത്രം ബാക്കിയായി, ഇനി എന്ത്? വയനാട്ടിലെ ആ തണുപ്പിലും ഭവാനിയുടെ ഉള്ളം പൊള്ളുന്നുണ്ടായിരുന്നു. കണ്ടുമുട്ടിയ നിമിഷം മുതൽ മുത്തശ്ശിക്ക് ഒരു വാശിയേ ഉണ്ടായിരുന്നുള്ളൂ. ഭവാനിയും കൂട്ടി ഇന്ന് തന്നെ നാട്ടിലേക്ക് തിരിക്കണം. തറവാട്ടിലെത്തിയ എല്ലാവരെയും സാക്ഷി നിർത്തി ഇത് തന്റെ ശ്രീദേവിയുടെ മകളാണെന്ന് ഉറക്കെ പറയണം. മുത്തശ്ശിയുടെ ആവേശം കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഭവാനി വിറങ്ങലിച്ചു. ആൾക്ക് ശ്രീയത്തിനോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു. പക്ഷേ മുത്തശ്ശിയും സുധാമയും തന്നെ സ്നേഹം കൊണ്ട് അവളെ മൂടുമ്പോൾ അവൾക്ക് അവനോടൊന്നും ചോദിക്കാൻ കഴിഞ്ഞില്ല. അവളെ അടുത്ത് നിർത്തി സുധാമ തന്നെ അന്നത്തെ ആഹാരമുണ്ടാക്കി. ആ സ്നേഹപ്രവാഹത്തിന് മുമ്പിൽ എന്തു മറുപടി പറയണമെന്നറിയാതെ ഭവാനി നിശബ്ദയായി നിന്നു പോകുമ്പോൾ ശ്രീയത്ത് ഇനി എന്തു വേണമെന്നറിയാതെ വാലിൽ തീ പിടിച്ച പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ടായിരുന്നു. താൻ പറഞ്ഞ കള്ളം തറവാട്ടിലെത്തിയാൽ എങ്ങനെയൊക്കെ തങ്ങളെ ബാധിക്കുമെന്ന് ആദി അവന് ഉലച്ചു. എല്ലാവരും വർത്തമാനങ്ങളിൽ മുഴുകിയിരുന്ന ഒരു നിമിഷം നോക്കി ഭവാനി മുറിയിലേക്ക് പോകുന്നു ശ്രീയത്ത് നോക്കിയിരുന്നു. പതിയെ ആരും കാണാതെ അവനും അവൾക്ക് പിന്നാലെ മുറിയിലേക്ക് വലിയെന്ന് ആരും കണ്ടില്ലെന്ന് അവൻ കരുതിയെങ്കിലും അതവിടെ എല്ലാവരും കണ്ടിരുന്നു. എന്റെ ഭവാനി, താൻ എന്നോട് ക്ഷമിക്കുക. മുത്തശ്ശിയുടെ ആ പഴയ രീതികൾ അറിയാവുന്നതുകൊണ്ട് ഒരു കള്ളം പറഞ്ഞു പോയി. പക്ഷെ ഇതിപ്പോ അതിൽ നിന്ന് എങ്ങനെ ഊരി വരണമെന്ന് എനിക്കറിയില്ല. അവന്റെ കണ്ണുകളിലെ ആകുലത കണ്ട് ഭവാനി ഒന്നും മിണ്ടിയില്ല. അവൻ പതുക്കെ അവളുടെ അടുത്തേക്ക് നീങ്ങി നിന്നു. തൽക്കാലം നീ എന്റെ കൂടെ നിൽക്കണം ഭവാനി. സമയമാകുമ്പോൾ നമുക്കെല്ലാം പറഞ്ഞ് മുത്തശ്ശിയെ മനസ്സിലാക്കാം, പ്ലീസ്. ശ്രീത്ത് അവൾക്ക് മുമ്പിൽ യാചിക്കുമ്പോൾ അവൾക്ക് അവനെ എതിർക്കാൻ കഴിഞ്ഞില്ല. ഭവാനി പതുക്കെ തലയാട്ടി. അവൾ സമ്മതം മൂളി പുറത്തേക്ക് വരുമ്പോൾ പുറത്തുള്ളവരുടെ മുമ്പിൽ അവർ ആഴത്തിലുള്ള പ്രണയ ജോഡികളായി ഊട്ടിയുറപ്പിക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു. മുത്തശ്ശിയുടെയും സുധാമയുടെയും നിർബന്ധത്തിന് വഴങ്ങി അവൾ ആ യാത്രക്ക് സമ്മതം മൂളി. അങ്ങനെ പിറ്റേന്ന് തന്നെ കോളേജിൽ നിന്ന് ലീവെടുത്ത് അവർ തറവാട്ടിലേക്ക് പുറപ്പെട്ടു. നാട്ടിലെ തന്നെ പേരുകേട്ട തറവാടാണ് തെക്കേടത്ത് മന. പണത്തിലും പ്രതാപത്തിലും പ്രശസ്തിയിലും മുന്നിൽ നിൽക്കുന്ന ആ വലിയ വീടിനുമ്പിൽ കാറി ചെന്ന് നിൽക്കുമ്പോൾ ഭവാനിയുടെ ഉള്ളെന്ന് പിടഞ്ഞു. തന്റെ അമ്മ വളർന്ന വീട്. മുത്തശ്ശിയുടെ കൈ പിടിച്ച് വിറക്കുന്ന കാലടികളോട് അവൾ മുന്നോട്ട് നടന്നു. അന്ന് അവിടെ ആ കുടുംബക്കാരെല്ലാം എത്തിയിട്ടുണ്ടായിരുന്നു. പലരും അസൂയയോടെയും അതിലേറെ അമ്പരപ്പോടെ ആ പെൺകുട്ടിയെ നോക്കുമ്പോൾ ആ കണ്ണുകളെല്ലാം അവഗണിച്ചുകൊണ്ട് ശ്രീത്തിന്റെ അച്ഛനും ഭവാനിയുടെ അമ്മയുടെ ഏക സഹോദരനുമായ ശ്രീബാലൻ അവളെ ചേർത്ത് പിടിച്ചു. തന്റെ പ്രിയപ്പെട്ട പെങ്ങൾക്ക് നൽകാൻ കഴിയാതെ പോയ സ്നേഹം മുഴുവൻ ഉള്ളിലൊതുക്കി അദ്ദേഹം പൊട്ടിക്കരഞ്ഞു. മുത്തശ്ശിയാണ് ഇന്നും ആ തറവാട്ടിന്റെ അധികാരമുള്ള തറവാട്ടമ്മ. അവർ ഭവാനിയെയും കൂട്ടി തറവാടിന്റെ ഓരോ മുക്കിലും മൂലയിലും നടന്നു. അമ്മ പഠിച്ചിരുന്ന മുറി, അമ്മ പണ്ട് കളിച്ചിടന്നിരുന്ന തൊടി, അമ്മയുടെ ഓരോ ശീലങ്ങളും പറഞ്ഞുകൊണ്ടേയിരുന്നു. മുത്തശ്ശി ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിരുന്ന അമ്മയുടെ പഴയ ഫോട്ടോകൾ ഓരോന്നായി അവൾക്ക് കാട്ടിക്കൊടുക്കുമ്പോൾ ഭവാനിയുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. ആ കുടുംബം എത്രമാത്രം തന്റെ അമ്മയെ സ്നേഹിച്ചിരുന്നെന്നോർത്ത ഓരോ നിമിഷവും ആൾക്കാർ ഉപേക്ഷിച്ചു പോയ അമ്മയോട് ദേഷ്യം തോന്നി. പിന്നീട് ആലോചിക്കുമ്പോൾ താൻ ഒരിക്കൽ അത് തന്നെയല്ലേ തന്റെ അച്ഛനോടും ചെയ്തെന്ന് ഓർത്തപ്പോൾ ഒരു നെടുവീർപ്പോടെ നിശബ്ദയായി പോയി. അതിനിടയിൽ അവരോട് പോലും ചോദിക്കാതെ മുത്തശ്ശി അവരുടെ വിവാഹം തീരുമാനിച്ചു. അതറിഞ്ഞതു മുതൽ ശ്രീയത്തിന്റെ ഉള്ളിൽ ആദി കൂടി. ഇത് ശരിയല്ല, മുത്തശ്ശിയോട് സത്യം തുറന്നു പറഞ്ഞേ പറ്റൂ എന്നുറപ്പിച്ചുകൊണ്ട് അവൻ ഭവാനിയെ കാണാൻ തീരുമാനിച്ചു. സത്യം പറഞ്ഞാൽ അവളെ ഇപ്പോൾ അങ്ങനെ കാണാൻ കിട്ടാറില്ല. അന്ന് അവളെ കാണേണ്ട അത്യാവശ്യമുള്ളതുകൊണ്ട് അവളെ തരും തറവാണ്ടാകത്തെ കുളപ്പുരയോട് ചേർന്ന് നടക്കുമ്പോൾ അറിയാതെ കണ്ണുടക്കിയത് ആ കാഴ്ചയിലായിരുന്നു. അവളുടെ മുത്തശ്ശിയും സുധാമയും ചേർന്ന് ഭവാനിയെ മഞ്ഞൾ തേച്ച് കുളിപ്പിക്കുന്നു. ദേഹത്ത് പടർന്ന മഞ്ഞളും ഈറമുടിയിൽ തുളുമ്പുന്ന ജലഗണങ്ങളും ആ മുഖത്തിന് വല്ലാത്ത ഭംഗി കൂട്ടിയതുപോലെ ശ്രീത്ത് അറിയാതെ അവളെ തന്നെ നോക്കിന്ന് പോയിരുന്നു. മുമ്പെങ്കും തോന്നാത്തൊരു അനുഭൂതി അവൻ ആ നിമിഷം അറിഞ്ഞുപോ. ഡാ, പെണ്ണുങ്ങൾ കുളിക്കുന്നിടത്ത് നിനക്കെന്താടാ കാര്യം? പെട്ടെന്നുള്ള മുത്തശ്ശിയുടെ ചോദ്യമാണ് അവനെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത്. ഇനിയെല്ലാം കല്യാണം കഴിഞ്ഞിട്ട് നോക്കാം, ഇപ്പൊ നീ ഇവിടുന്ന് പോയേ. മുത്തശ്ശി ചിരിച്ചുകൊണ്ട് അവനെ ഓടിച്ചു വിടുമ്പോൾ അവർക്കാർക്കും അറിയാൻ കഴിയാത്ത ഒരു അസ്വസ്ഥത അവളിലും പടർന്നു പിടിച്ചു. അമ്മ അവനെ നോക്കി കളിയായി ചിരിക്കുമ്പോൾ ശ്രീത്ത് ശമനോടെ പിന്നോട്ട് മാറിയെങ്കിലും പോകുന്നതിന് മുമ്പ് അവൻ ഭവാനിയെ പാളി നോക്കി. തനിക്കെന്തോ പറയാനുണ്ടെന്ന് കണ്ണുകൾ കൊണ്ട് അവളോട് ആംഗ്യം കാണിച്ചു. അവൾക്ക് അവനോട് പറയാൻ ചിലതുണ്ടായിരുന്നു. പക്ഷെ അവനും തനിച്ച് കാണാൻ കഴിയാതെ ശ്വാസം മുട്ടുന്ന അവസ്ഥ. ഒടുവിൽ എങ്ങനെയോ ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തി അവൾ പതുക്കെ ശ്രീത്തിന്റെ മുറിയിലേക്ക് നടന്നു. ഹൃദയം പടപടാം ഇടിക്കുന്നുണ്ടായിരുന്നു. വാതിൽ തുറന്ന് അകത്ത് കയറിയതും അവൾ വേഗത കുറ്റിയിട്ടു. ശ്രീജിത്ത് കട്ടിലെന്തോ ആലോചിച്ച് കിടക്കുകയായിരുന്നു. വാതിലടയുന്ന ശബ്ദം കേട്ട് അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഭവാനിയാണ്. അവൻ വേഗം കട്ടിൽ നിന്ന് ചാടി എഴുന്നേറ്റു. സാറിനെന്താ പറയാനുള്ളത്? അവൾ ചോദിച്ചു. വേറെന്താ, നമ്മുടെ ഈ അവസ്ഥ തന്നെ.
അന്ന് പറഞ്ഞ ഒരു കള്ളമായിരുന്നതെങ്കിൽ ഇന്നത് നമ്മൾ കുരുക്കിൽ നിന്ന് കുരുക്കിലേക്ക് പിടിച്ചിടുകയാണ്, അല്ലേ ഭവാനി? നമുക്കെല്ലാം മുത്തശ്ശിയോട് തുറന്നു പറയാം, അവളായിരുന്നു പറഞ്ഞത്. ഞാനും തന്നെ ആലോചിക്കുന്നത്. ഒന്നറിയാതെ അവർക്ക് ഓരോന്ന് ശ്രീ ഒന്ന് പറഞ്ഞു നിർത്തി. എല്ലാം ആദ്യം അറിയുമ്പോൾ അവർക്കൊക്കെ സങ്കടമാവുന്നറിയാം. പക്ഷെ സത്യം പറയാതിരുന്ന അതവർ വീണ്ടും വഞ്ചിക്കുന്ന പോലെ ആയിപ്പോവും. ശ്രീത്തിന്റെ വാക്കുകൾ അവൾക്ക് ചെറിയൊരു ധൈര്യം നൽകി. വൈകിട്ട് എല്ലാവരും ഹാളിൽ ഒത്തുകൂടുമ്പോൾ ശ്രീയും ഭവാനി അവർക്ക് മുമ്പിൽ എത്തി നിന്നു. മുത്തശ്ശി, ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്. അവരുടെ മുഖത്ത് ഗൗരവം കണ്ട് അവിടെയുള്ളവരെല്ലാം അവരെ തന്നെ നോക്കി. എന്താടാ അത്? മുത്തശ്ശി ഞങ്ങളോട് ക്ഷമിക്കണം. ശ്രീത്തിന്റെ ശബ്ദം മുഴങ്ങുമ്പോൾ അച്ഛനും അമ്മയും അമ്പരപ്പോടവനെ നോക്കി. ശ്രീത്ത് തുടർന്നു. മുത്തശ്ശി കരുതും പോലെ ഒന്നല്ല കാര്യങ്ങൾ. ഭവാനി ഞാനും തമ്മിൽ ഒന്നുമില്ല. അന്ന് ഭവാനി ആരാണെന്ന് അറിയും മുന്നേ മുത്തശ്ശി അവളെ വീട്ടിൽ നിന്ന് ഇറക്കിവിടുമെന്ന് പേടിച്ച് പറഞ്ഞ ഒരു കള്ളായിരുന്നു അത്. ശ്രീത്ത് പറഞ്ഞു നിർത്തുമ്പോൾ കേട്ടൊന്ന് വിശ്വസിക്കാൻ കഴിയാതെ അവരോരോരുത്തരും ഇവരെ തന്നെ നോക്കിപ്പോയിരുന്നു. ഭവാനി തന്നെയാണ് പിന്നീട് എല്ലാവരോടും പറഞ്ഞ് ശ്രീത്തിനെ കണ്ടുമുട്ടിയത് മുതൽ തന്റെ കഴിഞ്ഞുപോയ കാലം വരെ. മനസ്സിലെ ആ ഭാരം ആർക്കുമ്പിൽ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ തൊണ്ടയിൽ വിങ്ങുന്ന കരച്ചിലടക്കാൻ അവൾ പാടുപെട്ടു. അവസാനം അവൾ തളർന്ന മുത്തശ്ശിയുടെ കാൽക്കിലേക്ക് വീണു പോകുമ്പോൾ മുത്തശ്ശി ഉൾപ്പെടെ എല്ലാവരും എന്തു പറയണമെന്നറിയാതെ മരവിച്ച് നിന്നുപോയി. ഭവാനിയുടെ ആ വെളിപ്പെടുത്തലിന് ശേഷം ആ വീട് നിശബ്ദമായിരുന്നു. ഓരോരുത്തരും അവരവരുടെ മുറികളിലേക്ക് ഒതുങ്ങുമ്പോൾ തന്റെ മുറിയിൽ ഇരുട്ടിൽ തളർന്നിരുന്നു പോയിരുന്നു ഭവാനി. പക്ഷെ അവളെ അങ്ങനെ തനിയെ വിടാൻ മുത്തശ്ശിക്കായില്ല. അവരവൾക്കടുത്തേക്ക് ചെന്നു. കരഞ്ഞു വീർത്ത അവളുടെ മുഖം കൈക്കുമ്പിളിലെടുത്തുകൊണ്ട് ആ കട്ടിലേക്ക് മുത്തശ്ശിയും ഇരുന്നു. എന്റെ മോൾ എന്തിനായി കരയുന്നു? ഇത്ര നാളും നീ അനുഭവിച്ച പോരെ, ഇനി നിന്റെ കണ്ണു നിറയാൻ ഞാൻ അനുവദിക്കില്ല. മുത്തശ്ശി അവളുടെ കണ്ണീർ തുടച്ചുകൊണ്ട് പറയുമ്പോൾ ഭവാനി ഒന്നും മനസ്സിലാവാതെ അവരെ തന്നെ നോക്കിയിരുന്നു. നിന്നെ ഞാൻ കണ്ടത് എൻ്റെ ശ്രീയുടെ പെണ്ണായിട്ടാ. ഇനിയും എൻ്റെ മോൾ അങ്ങനെ തന്നെ കാണണം. എനിക്ക് ജീവിതത്തിൽ ഒരിക്കലുണ്ടായ തിരിച്ചടികൾ പേറി എൻ്റെ മോൾ ഇനിയുള്ള കാലം നീറാൻ ഞാൻ അനുവദിക്കില്ല. മുത്തശ്ശിയുടെ വാക്കുകൾ അത്രമേൽ ഉറച്ചതായിരുന്നു. ഞാൻ തീരുമാനിച്ച മുഹൂർത്തത്തിൽ തന്നെ എൻ്റെ മോളുടെ വിവാഹം നടക്കും. ചെക്കൻ എൻ്റെ രാമന്റെ മകൻ ശ്രീജിത്ത്. മുത്തശ്ശിയുടെ വാശിക്ക് മുമ്പിൽ ഭവാനി അക്ഷരാർത്ഥത്തിൽ തറഞ്ഞു പോയി. മുത്തശ്ശി, അവളെന്തോ പറയാൻ തുടങ്ങിയതും മുത്തശ്ശി അവളെ തടഞ്ഞു. ഇത് ഈ കിഴവിയുടെ ആഗ്രഹം മോളെ. നിന്റെ അമ്മയ്ക്ക് വേണ്ടി എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അത് നിന്നിലൂടെ എനിക്ക് പരിഹരിക്കണം. നീ ഞങ്ങളുടെ കുട്ടിയാ, നിന്നെ ഞങ്ങൾക്ക് വേണം. മുത്തശ്ശി ഉറപ്പോടെ പറഞ്ഞു നിർത്തുമ്പോൾ അവരെങ്ങനെ തടയണമെന്ന് അവൾക്കറിയില്ലായിരുന്നു. മുത്തശ്ശി മാത്രമല്ല അവളുടെ ഭൂതകാലം എന്നറിഞ്ഞിട്ടും അവളെ മാറ്റി നിർത്താൻ ശ്രീയുടെ അച്ഛനും അമ്മയും തയ്യാറായിരുന്നില്ല. ഞങ്ങളുടെ മകളാണിവൾ, ഇവളെ ഞങ്ങൾക്ക് വേണമെന്ന് അവരുടെ നിലപാടിന് മുമ്പിൽ ഭവാനി നിസ്സഹായായി. ശ്രീത്തിനോട് മുത്തശ്ശി അന്ന് തന്നെ സംസാരിച്ചു. മുത്തശ്ശി എന്തൊക്കെയാ പറയുന്നത്? ഒരു ജീവിതം കൊണ്ടുണ്ടായ മുറിവിന്ന് അവളിൽ ഉണങ്ങിയിട്ടില്ല. ആ അവളെന്തിനെ ഇനി മറ്റൊരു ജീവിതത്തിന് വേണ്ടി നിർബന്ധിക്കുന്നത്? മുത്തശ്ശി അവനെ രൂക്ഷമായി നോക്കി ഒരൊറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ. നിനക്ക് അവളെ ഇഷ്ടമാണോ ഇല്ലയോ അത് പറ. ആ ചോദ്യത്തിന് മുമ്പിൽ ശ്രീത്തൊന്ന് കുഴങ്ങി. മനസ്സിന്റെ ഉള്ളിൽ എവിടെയോ ഒളിപ്പിച്ചു വെച്ച ആ ഇഷ്ടം പുറത്തു പറയാൻ അവന് മടിയായിരുന്നു. പറയണ, നിനക്ക് ഇഷ്ടമാണോ അല്ലയോ എന്ന് മുത്തശ്ശി വീണ്ടും ചോദിച്ചപ്പോൾ അല്ലെന്ന് പറയാൻ അവന്റെ നാവ് വഴങ്ങിയില്ല. അതെ, അത്രമാത്രം പറഞ്ഞ് അവനവിടെ തിരിഞ്ഞു നോക്കുന്നത് അവളുടെ മുഖത്തേക്കായിരുന്നു. പതിരിപ്പോയി അവൻ ആ നിമിഷം. 1000 ചോദ്യങ്ങൾ അവളുടെ കണ്ണിൽ അവൻ കണ്ടു. ഒന്നിനും ഉത്തരമില്ലാത്തതുകൊണ്ട് വേഗം അവളെ മറികടന്ന് പോവുകയും ചെയ്യുമ്പോൾ കഥയറിയാതെ നിന്നുപോയി ഭവാനിയും. പിന്നീടെല്ലാം മുത്തശ്ശിയുടെ തീരുമാനങ്ങളായിരുന്നു. ശ്രീത്തിനും ഭവാനിയുടെ എന്തൊക്കെയോ സംസാരിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും അതിനുപോലും അവസരം നൽകാതെ മുത്തശ്ശി വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ വേഗത്തിലാക്കി. അവളുടെ ഉള്ളിൽ ഓരോ എതിർപ്പിനെയും അവർ സ്നേഹം കൊണ്ട് നേരിട്ടു. പഴയ ഓർമ്മകളിൽ ഭവാനി ഇനി ഒരിക്കലും നേറരുതെന്ന വാശി മുത്തശ്ശിക്കും ഉണ്ടായിരുന്നു. കുടുംബക്ഷേത്രത്തിൽ വെച്ച് അടുത്ത ബന്ധുക്കൾ മാത്രം പങ്കെടുത്ത ലളിതമായൊരു ചടങ്ങായിരുന്നതെങ്കിലും തന്റെ മകൾക്കായി മുത്തശ്ശി കരുതി വച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളെല്ലാം അന്ന് അവൻ ഭവാനിയെ അണിയിച്ചു. അവൾക്കൊന്നിനോടും താല്പര്യമില്ലായിരുന്നു. എങ്കിലും മുത്തശ്ശിയുടെ നിർബന്ധത്തിന് വഴങ്ങിക്കൊടുക്കേണ്ടി വന്നു അവൾക്ക്. കടും ചുവപ്പ് പട്ടുസാരിയിൽ മുല്ലപ്പൂവ് ചൂടിയ രാജകുമാരിയെ പോലെ മുത്തശ്ശി അവളെ ശ്രീയത്തിന് മുമ്പിലേക്ക് എത്തിച്ചു. എന്തുകൊണ്ടോ ശ്രീയത്തിന് അവളുടെ മുഖത്തേക്ക് നോക്കാൻ കഴിഞ്ഞില്ല. ഒരു സുഹൃത്തായി കണ്ടവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് ജീവിത പങ്കാളിയായി സ്വീകരിക്കേണ്ടി വരുമ്പോഴുള്ള അവസ്ഥ. മുത്തശ്ശി തന്നെയായിരുന്നു താലി അവന്റെ കയ്യിൽ ഏൽപ്പിച്ചതും. ആ നിമിഷം അവന്റെ കൈകളും ഒന്ന് വിറച്ചു. അവന്റെ താലി അവളുടെ കഴുത്തിൽ മുറുകിയ നിമിഷം ഭവാനി കണ്ണുകൾ ഇറുക്കി അടച്ചുപോയിരുന്നു. ആ കൺകോണിൽ ഒഴുകിയൊലിച്ച കണ്ണുനീരിനൊപ്പം ഓർമ്മകളും പിന്നോട്ടാണ് പാഞ്ഞത്. കൊട്ടും കുരവയൊന്നുമില്ലാതെ വിഷ്ണുവിന്റെ താലി താൻ ഏറ്റുവാങ്ങിയ ദിവസം ഉള്ളം പൊള്ളുന്ന പോലെ അവൾക്ക് തോന്നി. തേങ്ങിപ്പോവാതിരിക്കാൻ അവൾ ചുണ്ടുകൾ അമർത്തി പിടിച്ചു. അവളുടെ ആ നിൽപ്പ് കണ്ട് ശ്രീത്തിന് അവളെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് അറിയില്ലായിരുന്നു. ചടങ്ങുകൾക്ക് ശേഷം മുത്തശ്ശിയെയും സുധാമയും കെട്ടിപ്പിടിച്ച് അവൾ പൊട്ടിക്കരഞ്ഞു. അവള് കരയട്ടെ സുധേ, ഉള്ളിലെ സങ്കടങ്ങളെല്ലാം കരഞ്ഞു തീർത്തു വേണം അവൾ ശ്രീയുടെ ജീവിതത്തിലേക്ക് കയറാൻ. അന്ന് ആ ദിവസം ആഹാരം പോലും അവൾക്ക് തൊണ്ടയിൽ നിന്ന് ഇറങ്ങാത്ത പോലെ ഒരു വിങ്ങലായിരുന്നു. രാത്രിയായപ്പോൾ മുത്തശ്ശി തന്നെ നേരിട്ട് വന്ന് അവളെ സെറ്റ് സാരി ഉടുപ്പിച്ചു. മുടിയിൽ വീണ്ടും മുല്ലപ്പൂ വെച്ച് ശ്രീത്തിന്റെ മുറിയിലേക്ക് പോവാൻ പറഞ്ഞു. എനിക്ക് വയ്യ മുത്തശ്ശി എന്ന് പറഞ്ഞവൾ കരഞ്ഞിട്ടും അവരത് കേട്ടില്ല.
പഴയ ഓർമ്മകൾ വിട്ട് പുതിയൊരു ജീവിതത്തിലേക്ക് അവൾ കാലെടുത്തു വെക്കണമെങ്കിൽ അവളുടെ ഈ കണ്ണീരിനെ കണ്ണിൽ നിന്ന് വച്ചേ പറ്റൂ എന്ന് അവർക്കറിയാമായിരുന്നു. വിറക്കുന്ന കൈകളോടെ അവൾ ആ വാതിൽ പതുക്കെ തള്ളി തുറന്ന് മുറിക്കുള്ളിലേക്ക് കയറുമ്പോൾ ജനാലയുടെ പുറത്തിരുട്ടിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു ശ്രീജിത്ത്. ആരോ അകത്തേക്ക് വന്ന ശബ്ദം കേട്ടതും അവൻ സാവധാനം തിരിഞ്ഞു നോക്കി. തനിക്ക് മുന്നിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ വിറച്ചു നിൽക്കുന്ന ഭവാനി. അവളുടെ ആ നിൽപ്പ് കണ്ടപ്പോൾ അവനിൽ നിന്ന് നെടുവീർപ്പ് ഉയർന്നു. അവൻ പതിയെ അവൾക്കടുത്തേക്ക് നടന്നു. സത്യത്തിൽ അവനും അവളോട് എന്തു പറയണമെന്ന് അറിയില്ലായിരുന്നു. താൻ ചെയ്തത് തെറ്റാണോ അതോ ശരിയാണോ എന്നറിയാത്തൊരു കുറ്റബോധം അവൻ്റെ ഉള്ളിലും ഉണ്ടായിരുന്നു. സങ്കടം സഹിക്കാൻ കഴിയാതെ അവൾ അവന് മുമ്പിൽ നിന്ന് പൊട്ടിക്കരയുമ്പോൾ ശ്രീജിത്തിന്റെ ഉള്ളൊന്ന് പിടഞ്ഞു. ഏയ്, താനെന്തിനിങ്ങനെ കരയുന്നു? അവന്റെ ചോദ്യത്തിന് മറുപടിയായി അവൾ അവന് മുമ്പിൽ കൈകൂപ്പി. എനിക്ക് വയ്യ, ഈ വേഷം കെട്ടലൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞ, എന്നിട്ട് ആരും കേട്ടില്ല. എനിക്ക് പറ്റുന്നില്ല ഒന്നും മറക്കാൻ. തേങ്ങകൾക്കിടയിൽ അവൾ പറഞ്ഞേട്ടവൻ ചിരിച്ചു. അതിന് ഞാൻ പറഞ്ഞു, എല്ലാം മറന്ന് എന്നെ സ്നേഹിക്കാൻ. മുത്തശ്ശിക്ക് വേണ്ടി നമ്മൾ വിവാഹിതരായി എന്ന് വെച്ച് അങ്ങനെ ജീവിക്കണമെന്നൊന്നുമില്ലല്ലോ. നമ്മൾ ഇതുവരെ എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ ഇനിയും തുടരും, നല്ല സുഹൃത്തുക്കളായി തന്നെ. അവന്റെ വാക്കുകൾക്ക് അവൾ സംശയത്തോടെ അവനെ നോക്കി. ശ്രീജിത്ത് തുടർന്നു. പിന്നെ അന്ന് ഞാൻ മുത്തശ്ശിയോട് തന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അത് സത്യമാണ്, ഇഷ്ടമാണ്, ഒരു നല്ല സുഹൃത്തായി. അവന്റെ വാക്കുകൾ കൂടി കേട്ടതും ഭവാനി ഒന്ന് ശാന്തിയായി. താൻ ആദ്യം കണ്ണും തുടച്ചേ. അവൻ അവളെ പിടിച്ച് കട്ടിലിരുത്തി. താൻ ഇന്നെന്തെങ്കിലും കഴിച്ചോ? ഇല്ലെന്നായിരുന്നു അവളുടെ മറുപടി. അവളൊന്നും കഴിക്കില്ലെന്ന് നേരത്തെ അറിയാമായിരുന്ന സ്ത്രീത്ത് താഴെ നിന്നും ആഹാരം എടുത്ത് മുറിയിൽ കരുതിയിരുന്നു. അവനത് അവൾക്ക് നേർക്ക് നീട്ടി. ഇത് കഴിക്കും. അവൻ നിർബന്ധിച്ചപ്പോൾ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി. ആ നോട്ടത്തിൽ നന്ദിയാണോ അതോ അത്ഭുതമാണോ എന്ന് അവൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അവൻ നിർബന്ധിച്ച ആഹാരം പകുതിയിലധികവും അവളെ കൊണ്ട് കഴിപ്പിച്ചു. ശേഷം ഗ്ലാസ്സിൽ വെള്ളമെടുത്ത് നൽകി. താൻ കിടന്നു, ഞാൻ ആ സോഫയിൽ കിടന്നോളാം. ഒരു മടിയും കൂടാതെ അവനത് പറഞ്ഞ് സോഫക്കടുത്തേക്ക് പോകുമ്പോൾ അത്ഭുതത്തോടെ അവൾ അവനെ നോക്കി നിന്ന് പോയിരുന്നു. താൻ ഭയപ്പെട്ട പോലെ ഒന്നും വല്ല സംഭവിക്കുമെന്ന് തിരിച്ചറിവ് അവൾക്ക് വല്ലാത്തൊരു ആശ്വാസമായിരുന്നു. ലൈറ്റ് ഓഫ് ചെയ്യട്ടെ? അവന്റെ ചോദ്യത്തിന് അവളൊന്ന് മൂളി. ലൈറ്റ് അണച്ച് അവൻ സോഫയിലേക്ക് കിടന്നപ്പോഴും ഇരുട്ടിൽ അവനെ നോക്കി ഭവാനി കുറെ നേരം അങ്ങനെ തന്നെ ഇരുന്നു പോയി. അന്നത്തെ ക്ഷീണം കാരണം അവൾ പെട്ടെന്ന് തന്നെ ഉറക്കത്തിലേക്ക് വഴുതി വീണിരുന്നു. രാത്രി കനത്ത് പെയ്യുന്ന മഴയുടെ ശബ്ദം കേട്ടാണ് ഭവാനി രാത്രി എപ്പോഴോ കണ്ണു തുറന്ന്. ജനാലക്കൽ കൂടി തണുത്ത കാറ്റ് ആഞ്ഞു വീശുന്നുണ്ടായിരുന്നു. അവൾ പതുക്കെ തലയുയർത്തി സോഫയിൽ കിടക്കുന്ന സ്ത്രീയെ നോക്കി. തണുപ്പ് കാരണം അവൻ വല്ലാതെ വിറക്കുന്ന കണ്ടപ്പോൾ ഭവാനിക്ക് എന്തോ അത് നോക്കി നിൽക്കാൻ കഴിഞ്ഞില്ല. അവൾ പതുക്കെ എഴുന്നേറ്റു. താൻ പുതച്ചിരുന്ന പുതപ്പും എടുത്ത് അവന്റെ അടുത്തേക്ക് നടന്നു. ഒരു നിമിഷം സംശയിച്ചു. സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കിയതിനു ശേഷം അവൾ ആ പുതപ്പ് അവന് മീതെ വിരിച്ചു. താൻ പുതപ്പിച്ചതും അവൻ ആ പുതപ്പിലേക്ക് കൂടുതൽ ചുരുണ്ടുകൂടുന്ന നോക്കിയതിനു ശേഷം അവൾ തിരികെ വന്ന് കട്ടിൽ കിടന്നു. രാവിലെ വിളിച്ച മുഖത്തടിച്ചപ്പോഴാണ് സ്ത്രീ ഉണർന്നത്. ആരോ തന്നെ പുതപ്പിച്ചിരിക്കുന്നു എന്ന തിരിച്ചറിവിൽ അവൻ ചുറ്റും നോക്കി. അത് അവൾ തന്നെയാണെന്ന് അവന് ഉറപ്പായിരുന്നു. അവൻ കട്ടിലേക്ക് നോക്കുമ്പോൾ ഭവാനി അപ്പോഴും കണ്ണുകളടച്ച് കിടക്കുകയാണ്. ഒരു ചെറിയ ചിരിയോടെ അവൻ എഴുന്നേറ്റ് അവൾക്കരികിലേക്ക് എത്തി. അവൾ അറിയാതെ ആ നെറുകയിൽ തലോടുമ്പോൾ ഭവാനി ഉറക്കുന്നടിച്ച് കിടക്കുകയായിരുന്നെന്ന് അവൻ അറിഞ്ഞില്ല. സ്ത്രീ അവൾക്കരികിൽ നിന്ന് നേരെ വാഷ്റൂമിലേക്ക് പോയതും അവൾ പതുക്കെ എഴുന്നേറ്റു. അവന്റെ തലോടലിന്റെ ചൂട് ഇപ്പോഴും ആ നെറ്റിയിലുണ്ട്. പക്ഷെ എന്തായിരുന്നു ആ സമയം അവന്റെ വികാരമെന്ന് മാത്രം അവൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അവനൊന്ന് ഫ്രഷായി വരുമ്പോൾ അവൾ കട്ടിലും മറ്റും വൃത്തിയാക്കിയായിരുന്നു. താൻ ഉണർന്നോ? സ്ത്രീയുടെ ചോദ്യത്തിന് അവളൊന്ന് മോള് മാത്രം ചെയ്തു. എങ്കിൽ വേഗം ഫ്രഷായി താഴേക്കുക, ഞാനവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞ് അവൻ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും കുറച്ചു മുന്നേ അവൻ തന്റെ നെറുകിൽ തലോടിയതോർത്ത് തന്നെയാണ് അവൾ നിന്നുപോയത്. വേഗം തന്നെ കുളി കഴിഞ്ഞ് ഡ്രസ്സ് മാറി അവളും താഴേക്ക് ചെന്നു. വരാന്തയിൽ സ്ത്രീ അച്ഛനോടൊപ്പം ഇരുന്ന് പത്രം വായിക്കുന്നുണ്ടായിരുന്നു. മുത്തശ്ശി പൂജാമുറിയിൽ നിന്നും ഏതോ കയ്യിൽ പിടിച്ചിറങ്ങി വരുമ്പോൾ അവളെയാണ് ആദ്യം കണ്ടത്. അപ്പോഴേക്കും സുധാമയ അവിടേക്ക് എത്തിയിരുന്നു. ഇന്നലെ കണ്ട ഭവാനിയിൽ നിന്നും അവൾക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. ആ മുഖത്തെ തെളിച്ചം തന്നെയാണ് അവരുടെ സന്തോഷവും. മോള് കുളിച്ചോ? മുത്തശ്ശി അരികിലെത്തി സ്നേഹത്തോടെ ചോദിച്ചു. അവൾ തലയാട്ടി മുത്തശ്ശിയെ നോക്കുമ്പോൾ അവരവളുടെ നെറുകിലേക്കാണ് നോക്കിയത്. മോള് സിന്ദൂരം ഇടാൻ മറന്നതാണോ? മുത്തശ്ശിയോടെ സ്ത്രീയെ വിളിച്ചു. സ്ത്രീ, ഇങ്ങ് വന്നേ. കാര്യമറിയാതെ പത്രം മടക്കി വെച്ച് അവൻ അങ്ങോട്ടേക്ക് വരുമ്പോൾ ഭവാനിയുടെ ഉള്ളൊന്ന് വിറച്ചു. ദാ, നീ ഇത് മോൾക്ക് ഇട്ടുകൊടുക്ക്. മുത്തശ്ശി തന്റെ കയ്യിലുണ്ടായിരുന്ന കുങ്കുമച്ചപ്പ് അവന് നീട്ടുമ്പോൾ സ്ത്രീത്തൊന്ന് പതറിപ്പോയി. അവൻ നിസ്സഹായനായി അവളെ നോക്കി പോകുമ്പോൾ ഭവാനി എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിൽ തന്നെയായിരുന്നു. ഡാ, സ്വപ്നം കണ്ടിൽക്കാ, വേഗം ഇട്ടുകൊടുക്ക്. മുത്തശ്ശിയുടെ വാക്കുകൾ എതിർക്കാൻ കഴിയില്ലെന്ന് അവൻ അറിയാമായിരുന്നു. അവൻ വിറക്കുന്ന കൈകളോടെ ആ കുങ്കുമച്ചപ്പ് വാങ്ങി അതിൽ നിന്നൊരു നുള്ളു കുങ്കുമം വിരലിലെടുത്ത് ഭവാനിക്ക് നേരെ നീങ്ങിയതും അറിയാതെ തന്നെ അവളുടെ തല അവനായി അല്പം കുനിഞ്ഞു വന്നു. അവൻ അവളുടെ സീമന്തരേഖയിൽ ആ ചുവപ്പ് ചാർത്തുമ്പോൾ എന്തിനെന്നറിയാതെ അവൾ അവന്റെ കണ്ണുകളിലേക്ക് നോക്കിപ്പോയി.
ആ നോട്ടത്തെ നേരിടാൻ കഴിയാതെ അവൻ വേഗം പടികൾ കയറി മുറിയിലേക്ക് പോകുമ്പോൾ ആ കുങ്കുമത്തിന് വല്ലാത്തൊരു ചൂടുള്ളതായി അവൾക്ക് തോന്നിപ്പോയിരുന്നു. അതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന മുത്തശ്ശി അവനുള്ള ചായയുമായി അവളെ അവന്റെ പിന്നാലെ തന്നെ മുകളിലെ മുറിയിലേക്ക് പറഞ്ഞു വിട്ടതും ആ വീട്ടിലുള്ളവരും ശ്രദ്ധിച്ചു. മടിച്ചാണ് ഭവാനി മുറിയിലെത്തിയത്. അവിടെ അവൾ അഭിമുഖീകരിക്കാൻ അതിലും വലിയ മടിയോടെ സ്ത്രീത്ത് നിൽപ്പുണ്ടായിരുന്നു. സർ, ചായ. അവൾ പതുക്കെ അവന്റെ അരികിലേക്ക് എത്തി ചായ ഗ്ലാസ് നീട്ടി. അവനത് വാങ്ങി അടുത്തുള്ള മേശപ്പുറത്ത് വെച്ചു. സോറി ഭവാനി. അവളുടെ നെറുകയിലെ ആ കുങ്കുമപ്പൊട്ടിലേക്ക് നോക്കി അവൻ പതുക്കെ പറഞ്ഞു. അവളൊന്ന് പുഞ്ചിരിച്ചു. ഇതിനൊക്കെ എന്തിനാ സർ എന്നോട് സോറി പറയുന്നത്? അവിടെ നടന്നൊക്കെ ഞാനും കണ്ടല്ലേ. മുത്തശ്ശി പറഞ്ഞു. നമ്മൾ അനുസരിച്ചു. അല്ലെങ്കിൽ തന്നെ ഇതിലൊക്കെ ഇപ്പം എന്തിരിക്കുന്നു? തന്നെ ബോധ്യപ്പെടുത്താനെന്നോണം അവളത് പറയുമ്പോൾ ശ്രീത്തും പതുക്കൊന്ന് മൂളുക മാത്രം ചെയ്തു. പിന്നീട് അവൾ തന്നെ മുൻകൈ എടുത്താണ് അവനെയും കൂട്ടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ താഴേക്ക് വന്നത്. അപ്പവും വെജിറ്റബിൾ കറിയുമായിരുന്നു അന്നത്തെ വിഭവം. മോളെ ഇരിക്കി. മുത്തശ്ശി ഭവാനിയെയും സുധാമയും ഒപ്പം ഇരുത്തി. ശ്രീത്തിന്റെ തൊട്ടടുത്താണ് അവൾ ഇരുന്ന്. ആ വെള്ളം ഇങ്ങോട്ട് എടുക്കുമോ സാർ? അവൾ മേലെ അവനോട് ചോദിച്ചു. അവളുടെ ആ വിളി മുത്തശ്ശി പെട്ടെന്ന് തന്നെ ശ്രദ്ധിച്ചു. ഇനി എൻ്റെ മോൾ അവനെ സാറെന്ന് വിളിക്കരുത്. ഒന്നുകിൽ ശ്രീ അല്ലെങ്കിൽ ഏട്ടെന്ന് വിളിക്കണം. ഈ സാറ് വിളി കേൾക്കുമ്പോൾ എന്തോ ഒരു സുഖമല്ല. മുത്തശ്ശിയുടെ പെട്ടെന്നുള്ള നിബന്ധന കേട്ട് ഭവാനി ഒന്ന് പകച്ചു. അവൾ പതുക്കെ ശ്രീത്തിനെ നോക്കി. മുത്തശ്ശിയെ വിഷമിപ്പിക്കണമെന്ന് കരുതി അവൾ അതിന് സമ്മതമെന്നോണം മൂളി. കുറച്ചു കഴിഞ്ഞ് അവൾ മുറിയിലേക്ക് ചെല്ലുമ്പോൾ അവൻ കട്ടിൽ കിടക്കുകയായിരുന്നു. അവൾ ചെന്ന് പതുക്കെ അവന്റെ മുഖത്തേക്ക് നോക്കി ഒരു കുസൃതി ചിരിയോടെ വിളിച്ച്, ശ്രീയേട്ടാ. അപ്രതീക്ഷിതമായ വിളി കേട്ട് ശ്രീത്തൊന്ന് ഞെട്ടി കണ്ണുറന്നു. അതുകൊള്ളാം, എന്നാലും വിളിച്ചല്ലേ, ഇനി താൻ അതിന് തുടർന്നുള്ളൂ. എനിക്കത് കേൾക്കാൻ എന്തോ ഒരു ഇഷ്ടം. അവൻ ചിരിച്ചുകൊണ്ട് മറുപടി നൽകി തിരിഞ്ഞെടുക്കുമ്പോൾ അവൾ അവനെ നോക്കി കണ്ണുരുട്ടി. അത്രയ്ക്ക് വേണോ? ആ പിന്നെ എന്റെ ഭർത്താവിന്റെ ആഗ്രഹമല്ലേ, സാധിച്ചു തന്നേക്കാം. ആ പഴയ കാലങ്ങൾ പതിയെ മറന്ന് അവൾ ചിരിച്ചു തുടങ്ങുമ്പോൾ ആ ചിരി ആസ്വദിക്കാനായിരുന്നു അവനും ഇഷ്ടം. അന്ന് വൈകുന്നേരം എല്ലാവരും ഉമ്മറത്ത് ഒത്തുകൂടിയപ്പോഴാണ് മുത്തശ്ശി ആഗ്രഹം പ്രകടിപ്പിച്ച്, അടുത്ത് തന്നെ നമുക്ക് തൃശ്ശൂര് കാവ് വരെ ഒന്ന് പോകണം. ദമ്പതികൾ അവിടെ ചെന്ന് പ്രാർത്ഥിച്ച ഇനിയുള്ള 7 ജന്മം ഇവർ തന്നെയായിരിക്കും തുണയായിട്ട് വരിക എന്നാ അവിടുത്തെ വിശ്വാസം. മുത്തശ്ശി അത് പറയുമ്പോൾ ശ്രീത്ത് അറിയാതെ അവളെ ഒളിഞ്ഞു നോക്കി. പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാത്ത പോലെ ദൂരേക്ക് നോക്കി എന്തോ ആലോചനയിലാണ്. അവൻ നോട്ടം മാറ്റി മുത്തശ്ശിയോട് പറഞ്ഞു. ശരി മുത്തശ്ശി, നമുക്ക് പോവാം. ശ്രീത്ത് സമ്മതം മൂളി മുറിയിലേക്ക് നടക്കുമ്പോൾ ഭവാനി അവന് പിന്നാലെ തന്നെ അങ്ങോട്ടേക്ക് പാഞ്ഞെത്തി. ശ്രീത്ത് അപ്പോൾ ഷർട്ട് മാറ്റാൻ തുടങ്ങിയായിരുന്നു. അതെ സാർ, ഇത് എന്തറിഞ്ഞിട്ടാ ആ ക്ഷേത്രത്തിൽ പോകാന്ന് പറഞ്ഞേ? അവൾ കൈകൾ കെട്ടി ഗൗരവത്തിൽ ചോദിച്ചു. എന്താ പ്രാർത്ഥിക്കാൻ പോകുന്നത് തനിക്ക് ഇത്ര പേടി? അവൻ ചിരിച്ചു. പേടി എന്നെ ഓർത്തിട്ടല്ല, സാറിനെ ഓർത്തിട്ടാ. ഏതൊരു സിനിമയിൽ കണ്ട പോലെ അവിടെ ഭർത്താവ് ഭാര്യയെ എടുത്തു വേണം പടി കയറി മുകളിലെത്താനെന്ന് വിവരം അറിയോ സാറിന്? അവളത് പറഞ്ഞു. ശ്രീജിത്ത് അറിയാതെ ഉമിനീരിറക്കി. അവൻ ഞെട്ടിലോടെ അവളെ നോക്കി. അത് തന്നോട് ആര് പറഞ്ഞു? മുത്തശ്ശി. അല്ലാണ്ടാരാ? ഏതായാലും സാറ് ഏറ്റു, ഇനി എന്നെ എടുത്ത് നടന്നോ? അവളൊരു കള്ളച്ചിരിയോടെ വാഷ്റൂമിലേക്ക് നടക്കുമ്പോൾ ശ്രീജിത്ത് തകർന്നു പോയിരുന്നു. ഈശ്വര, പണി പാളിയല്ലോ. ഏറിയാ ചിലപ്പോൾ 10-20 സ്റ്റെപ്പ് കാണും. അത്രയൊക്കെ ഇവിടെന്ന് താങ്ങാൻ എനിക്ക് കഴിയില്ലേ? അവൻ സ്വയം സമാധാനിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ആ രാത്രിയിൽ അവർ പഴയ പോലെ സോഫയിലും കട്ടിലുമായിട്ടാണ് കിടന്നത്. പക്ഷേ ഇന്നലത്തേലും കൂടുതൽ അവർക്കന്ന് സംസാരിക്കാനുണ്ടായിരുന്നു. ജനാലയിലൂടെ വരുന്ന നിലാവിനെ നോക്കി അവരൊരുപാട് കഥകൾ പറഞ്ഞു. ചിരിയും പരിഭവങ്ങൾ അവർക്കിടയിൽ ദൂരം കുറക്കുന്ന പോലെ അവന് തോന്നി. അടുത്ത ദിവസം അതിരാവിലെ തന്നെ മുത്തശ്ശി വാതിൽ മുട്ടി അവരെ ഉണർത്തി. വേഗം എഴുന്നേൽക്ക് കുട്ടികളെ, സമയം വൈകണു. മുത്തശ്ശിയുടെ ശബ്ദം കേട്ട് എഴുന്നേറ്റ ഭവാനി ശ്രീയത്തിനെ ഒന്ന് പാളി നോക്കി. ശ്രീയേട്ടൻ സാറേ, നടുവോടിയാതിരിക്കാനുള്ള എക്സസൈസ് എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഇപ്പൊ തന്നെ ചെയ്തോ? അവനെ കളിയായിക്കൊണ്ടായിരുന്നു അവൾ കുളിക്കാൻ പോയത്. ശ്രീത്ത് ഫ്രഷ് ആവാൻ കയറുന്നതിന് മുമ്പേ അവൾ ഫ്രഷായി തിരിച്ചു വന്നു. നനഞ്ഞ മുടി തോർത്തുകൊണ്ട് കെട്ടി അലമാരിൽ നിന്ന് സാരി എടുക്കായിരുന്ന അവളെ അവൻ അറിയാതെ നോക്കിക്കൊണ്ട് ബാത്റൂമിലേക്ക് നടന്നു. അവൻ കുളി കഴിഞ്ഞു വരുമ്പോൾ ഭവാനി സാരി എടുത്തു കഴിഞ്ഞ് അതിന്റെ പ്ലീറ്റുകൾ നേരെയാക്കുകയായിരുന്നു. കാപ്പി നിറത്തിലുള്ള ആ പട്ട് സാരിയിൽ അവളൊന്ന് വല്ലാതെ തിളങ്ങുന്നുണ്ടായിരുന്നു. ഈർപ്പമുള്ള അവളുടെ മുടിയും ചന്ദനഗന്ധവും സാരിയുടെ തുമ്പിൽ പിടിച്ച് പ്ലീറ്റുകൾ നേരെയാക്കുന്ന അവളെ കണ്ടപ്പോൾ ശ്രീജിത്ത് അറിയാതെ വീണ്ടും അവളെ നോക്കി നിന്നുപോയി. പണ്ടെങ്ങും തോന്നാത്തൊരനുഭൂതി അവന്റെ ഉള്ളിൽ മിന്നിമറയുന്നത് അവൻ അറിയുകയായിരുന്നു. കണ്ണാടിയിലൂടെ അവൾ മുടിയൊതുക്കുമ്പോൾ ശ്രീത്ത് തന്നെ നോക്കി നിൽക്കുന്ന അവൾ ശ്രദ്ധിച്ചു. കണ്ണാടിയിലൂടെ അവരുടെ നോട്ടങ്ങൾ തമ്മിൽ ഉടക്കിയ ആ നിമിഷം ശ്രീജിത്തൊന്ന് പതറിപ്പോയി. അവൻ വേഗം മുഖം മാറ്റി ജനാലക്ക് പുറത്തേക്ക് നോട്ടം മാറ്റിയെങ്കിലും അവളുടെ രൂപം അവന്റെ കൺമുമ്പിൽ നിന്നും മറയുന്നുണ്ടായിരുന്നില്ല. അന്നത്തെ പ്രഭാതത്തിന് വല്ലാത്തൊരു കുളിർമയുള്ളതായി അവന് തോന്നി. യാത്രയ്ക്ക് മുത്തശ്ശി മാത്രമേ അവർക്കൊപ്പം ഉണ്ടായിരുന്നുള്ളൂ. കാറിനടുത്തെത്തിയപ്പോൾ ഭവാനി മുത്തശ്ശിക്ക് മുൻസീറ്റ് ഒഴിഞ്ഞു കൊടുത്തതാണ്. മോൾ അവിടെ ഇരിക്കെ, എനിക്ക് ഇവിടെ പിന്നിൽ ഇങ്ങനെ ഞെളിഞ്ഞിരുന്നാലേ ഈ നാടേക്കൊന്ന് നന്നായി കാണാൻ പറ്റൂ. മുത്തശ്ശിയുടെ നിർബന്ധത്തിന് വഴങ്ങി ഭവാനി ശ്രീജിത്തിന് തൊട്ടടുത്ത മുൻസീറ്റിൽ തന്നെ ഇരുന്നു. യാത്രയിലുടനീളം മുത്തശ്ശി ഓരോ കഥകൾ പറഞ്ഞുകൊണ്ടേയിരുന്നെങ്കിലും
ഭവാനിയും ശ്രീജിത്തും വല്ലാത്തൊരു നിശബ്ദതയിലായിരുന്നു. ഇടയ്ക്കൊന്ന് നോട്ടങ്ങളടക്കുമ്പോൾ ഇരുവരും വേഗം മുഖം തിരിക്കും. പക്ഷെ ആ നിശബ്ദതയിൽ അവർ പോലും അറിയാതെ അവരടുത്തു തുടങ്ങിയവെന്ന് പോലും തോന്നിപ്പോയിരുന്നു. ക്ഷേത്രത്തിന് കുറച്ചകലെയായി ശ്രീജിത്ത് വണ്ടി നിർത്തി. അവിടുന്ന് അങ്ങോട്ട് പച്ചപ്പ് നിറഞ്ഞ വഴികളിലൂടെ നടക്കണം. കുന്നിൻ മുകളിലായി ആ ചെറിയ ക്ഷേത്രം ദൂരെ നിന്ന് കാണാം. ഏതാണ്ട് 100ഓളം കരിങ്കൽ പടികൾ മുകളിലേക്ക് കയറാനുണ്ട്. അടിവാരത്തെത്തിയപ്പോൾ മുത്തശ്ശി അവിടെ ഉണ്ടായിരുന്ന ചിലർക്കൊപ്പം ഒരു കല്ലിലിരുന്നു. എനിക്ക് പടി കയറാൻ വയ്യ മോളെ, മുട്ടുവേദന വല്ലാതെ കൂടുന്നു. നിങ്ങൾ രണ്ടുപേരും പോയി ദർശനം നടത്തി വാ. ശ്രീജിത്ത് പടികളിലേക്ക് നോക്കി. എന്നിട്ട് ഭവാനിയെ. അതുവരെ ഗൗരവത്തിൽ നിന്നിരുന്ന ഭവാനിയുടെ കണ്ണുകളിൽ വല്ലാത്തൊരു കുറുമ്പൊളിഞ്ഞു നിൽക്കുന്ന അവൻ അറിഞ്ഞു. എങ്ങനെയാ, എടുക്കിയല്ലേ? അവൾ ശബ്ദം താഴ്ത്തി അവന് മാത്രം കേൾക്കാൻ പാകത്തിന് ചോദിച്ചു. ശ്രീജിത്ത് ഒന്ന് പുഞ്ചിരിച്ചു. മറുപടിയൊന്നും പറയാതെ മിന്നൽ വേഗത്തിൽ അവനവളെ ചേർത്ത് പിടിച്ച് കോരിയെടുത്തതും അവൾ ഞെട്ടിപ്പോയിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാത്ത ആ നീക്കത്തിൽ അവളുടെ ഉള്ളൊന്ന് പിടഞ്ഞു. പിടിച്ചിരുന്നു, അല്ലെങ്കിൽ കൈ തളരുമ്പോൾ ഞാൻ താഴെ ഇടും കേട്ടോ. അവളുടെ കാതോരം ചേർന്ന് അവൻ മന്ത്രിച്ചു. അവന്റെ കൈകൾ അവളുടെ ദേഹത്ത് മുറുകിയ ആ നിമിഷത്തെ അവളുടെ വിറയിൽ അവന് തൊട്ടറിയാമായിരുന്നു. അവളുടെ ഹൃദയമിടിപ്പ് ഒരു ചെണ്ടമേളം പോലെ അവന്റെ നെഞ്ചിൽ വന്നടിക്കുന്നു. ഭയം കൊണ്ടോ അതോ ആദ്യമായിട്ട് അനുഭവിക്കുന്ന ആ അടുപ്പം കൊണ്ടോ എന്ന് അവൾക്ക് മനസ്സിലായില്ല. അവൾ അറിയാതെ തന്നെ അവന്റെ തോളിലൂടെ കൈകൾ ചുറ്റി അവനോട് കൂടുതൽ ചേർന്ന് നിന്നു. അവൻ ഓരോ പടിയും സാവധാനം ചവിട്ടി കയറി. കാറ്റിൽ അവളുടെ മുടികൾ പാറി അവന്റെ മുഖത്ത് തഴുകുന്നുണ്ടായിരുന്നു. കാറ്റിൽ ഒഴുകി വരുന്ന പൂക്കളുടെ ഗന്ധത്തേക്കാൾ വശ്യതയുണ്ടായിരുന്നു ഭവാനിയുടെ മുടിയിലെ മുല്ലപ്പൂവിനും അവളിലെ ചന്ദനഗന്ധത്തിനുമെന്ന് അവന് തോന്നി. കുറച്ച് പടികൾ പിന്നിട്ടപ്പോൾ അവനും നിന്നു. ഭവാനി പതുക്കെ കണ്ണുകൾ തുറന്ന് അവന്റെ മുഖത്തേക്ക് നോക്കി. വിയർപ്പ് തുള്ളികൾ അവന്റെ നെറ്റിയിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. കനത്ത ശ്വാസം അവളുടെ മുഖത്ത് തട്ടുന്നുണ്ടായിരുന്നു. ആ കണ്ണുകളിൽ അപ്പോഴും പഴയ സാരിനെയായിരുന്നില്ല അവൾ കണ്ടത്. തന്നെ ജീവന തുല്യം സംരക്ഷിക്കുന്ന തന്റെ പ്രിയപ്പെട്ട ആരെയോ ആയിരുന്നു. ഇനി എന്നെ താഴെക്കിക്ക്, ബാക്കി ഞാൻ നടന്നോളാം, അവൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. ഇല്ല ഭവാനി, ഇനിയുള്ള 7 ജന്മവും എനിക്ക് കൂട്ടിരിക്കേണ്ടവളെ പകുതി വഴിക്കിറക്കിവിടാൻ എനിക്ക് പറ്റില്ല. അവനവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞ ആ വാക്കുകളിൽ ഗൗരവമാണോ അതോ തമാശയാണോ നിറഞ്ഞെന്നറിയില്ല. അവൻ വീണ്ടും നടന്നു. ഓരോ പടി കയറുമ്പോഴും അവർക്കിടയിൽ അകലവും കുറഞ്ഞു പോകും. മുകളിലെത്തിയതും ശ്രീജിത്ത് അവളെ പതുക്കെ താഴെ ഇറക്കി. അപ്പോഴും അവന്റെ കൈകൾ അവളുടെ തോളിൽ നിന്നും മാറിയിരുന്നില്ല. രണ്ടുപേരും കിതക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആ കിതപ്പിനിടയിലും അവർക്കിടയിൽ വിരിയുന്ന ആ പുഞ്ചിരി, അതായിരുന്നു ആ മുത്തശ്ശിക്കും വേണ്ടിയിരുന്നത്. അന്ന് വൈകിട്ടോടെ അവർ തിരിച്ച് വീട്ടിലെത്തിയിരുന്നു. സുധാമയോട് വിശേഷം പറച്ചിലുകളെല്ലാം കഴിഞ്ഞ് ഭവാനി മുറിയിലേക്ക് എത്തുമ്പോൾ കണ്ടത് എന്തോ തിരയുന്ന ശ്രീജിത്തിനെയാണ്. കട്ടിലിനടിയിലും ഡ്രോയറുകളിലും ഒക്കെ അവൻ പരതുന്നുണ്ടായിരുന്നു. എന്താ സർ? അവൾ അരികിലേക്ക് ചെന്ന് ചോദിച്ചു. അത് ഒരു മൂവി ഇവിടെ ഇരുന്നു, താൻ കണ്ടിരുന്നോ? നടുവിനെ കൈ കൊടുത്ത് അല്പം പ്രയാസപ്പെട്ട് നിവർ നിന്നുകൊണ്ടാൻ പറയുമ്പോൾ ഭവാനിക്ക് ചിരി വന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞ കൂടുതൽ ആവേശം കാണിക്കേണ്ടെന്ന്. ഇപ്പൊ എങ്ങനെയാ, പണി കിട്ടിയില്ലേ? അവൾ മേശപ്പുറത്തിരുന്ന ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ നിന്നും ആ ട്യൂബ് എടുത്ത് അവന് നേരെ നീട്ടിയതും ശ്രീജിത്ത് ഒരു ചിരിയോടെ അത് വാങ്ങി ഷർട്ട് ഉയർത്തി തനിയെ അത് പുരട്ടാൻ തുടങ്ങിയതും ഭവാനി അത് അവന്റെ കയ്യിൽ നിന്നും വാങ്ങി. അതിങ്ങ് തന്നെ, ഞാൻ പുരട്ടി തരാം, സാറും കൂടി കിടക്ക്. അവളുടെ വാക്കുകൾക്ക് ശ്രീ അവളെ ഒന്ന് പകച്ചു നോക്കിയിരുന്നു. അതൊന്നും ശ്രദ്ധിക്കാതെ അവന്റെ ഷർട്ട് അഴിച്ചു മാറ്റിച്ച് അവൾ തന്നെയാണ്. താൻ പറഞ്ഞിട്ടാണെങ്കിലും അവൻ ആ ഷർട്ട് അഴിച്ചു മാറ്റുമ്പോൾ ഭവാനിയുടെ ഉള്ളൊന്ന് പിടഞ്ഞു. ആദ്യമായിട്ടാണ് അവന്റെ നഗ്നമായ ശരീരം അവൾ അത്രയും അടുത്ത് നിന്ന് കാണുന്നത്. ഉറച്ച തോളുകളും വെളുത്ത നിറമുള്ള പുറംഭാഗവും കണ്ടപ്പോൾ അവളുടെ വിരലുകളൊന്ന് വിറച്ചു. അവൾ പതുക്കെ കുറച്ച് മരുന്ന് കയ്യിലെടുത്തു. വിറക്കുന്ന വിരലുകളോടെ അവന്റെ തോളിൽ തൊട്ടതും ശ്രീജിത്തും ഒന്ന് പരിങ്ങി. എങ്കിലും ഒന്നും അറിയാത്ത പോലെ അവൻ കിടന്നു. അവളും അവനൊന്നും തോന്നാത്ത പോലെ വേഗം അത് അവന്റെ പുറത്ത് പുരട്ടി കൊടുത്ത ശേഷം ധൃതിപ്പെട്ട് എഴുന്നേൽക്കാൻ തുടങ്ങിയതും കാലിൽ തട്ടി അവൾ മുന്നോട്ടാഞ്ഞു. വീഴാൻ പോയ അവളെ പിടിക്കാൻ ശ്രീജിത്ത് തിരിഞ്ഞതും അവൾ നേരെ വീണത് അവന്റെ നഗ്നമായ നെഞ്ചിലേക്കും. അപ്രതീക്ഷിതമായ ആ വീഴ്ചയിൽ ഇരുവരുടെയും ഹൃദയമിടിപ്പുകൾ ഒന്നായി. ശ്രീജിത്ത് അറിയാതെ തന്നെ അവളുടെ ഇടുപ്പിൽ മുറുക്കെ പിടിച്ചുപോയി. അവളുടെ നനഞ്ഞ മുടിയിഴകൾ അവന്റെ മുഖത്ത് തഴുകി. ഭവാനി കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി. അവന്റെ കണ്ണുകളിൽ അപ്പോൾ കണ്ടത് വെറുമൊരു സ്നേഹമായിരുന്നില്ല, മറിച്ചൊരു ആയുഷ്കാലം മുഴുവൻ അവളെ ചേർത്തു പിടിക്കാനുള്ള ആഗ്രഹമായിരുന്നു. ഭവാനി, അവൻ താഴ്ന്ന സ്വരത്തിൽ വിളിച്ചു. അവൾക്ക് മറുപടി നൽകാൻ കഴിഞ്ഞില്ല. അവന്റെ നെഞ്ചിലെ ആ ചൂടിൽ, ആ സുരക്ഷിതത്വത്തിൽ ലയിച്ചു നിൽക്കാൻ അവൾ ആഗ്രഹിച്ചു. അറിയില്ല, പക്ഷെ പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അവൾ അവനിൽ നിന്ന് അടർന്നു മാറി വേഗം പുറത്തേക്ക് പോകുമ്പോൾ അവൾക്ക് എന്തെങ്കിലും തോന്നിക്കാണുമോ എന്നായിരുന്നു അവന്റെ ചിന്ത മുഴുവനും. ആ സംഭവത്തിന് ശേഷം ഭവാനിക്ക് അവൻ അഭിമുഖീകരിക്കാൻ വല്ലാത്തൊരു മടി തോന്നി തുടങ്ങിയിരുന്നു. എന്തോ എവിടേക്കോ ഒരു കുറ്റബോധം. താൻ എപ്പോഴെങ്കിലും സാറിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്നുവോ എന്നൊരു തോന്നൽ. അത് ശരിയാണോ? അങ്ങനെ ഒരു മനുഷ്യനെ ആഗ്രഹിക്കാനുള്ള അർഹത തനിക്കുണ്ടോ?
ഒരു 100,000 ചോദ്യങ്ങളുമായി അവൾ അന്ന് രാത്രി അടുക്കളയിലും വരാന്തയിലുമായി നിന്നു. രാത്രി വൈകി അവൾ മുറിയിലെത്തുമ്പോൾ ശ്രീജിത്ത് സോഫയിൽ കിടക്കുകയായിരുന്നു. കണ്ണുകളടച്ച് ശാന്തനായി കിടക്കുന്ന അവനെ കണ്ടപ്പോൾ അവൻ ഉറങ്ങിയെന്ന് കരുതി. അവൾ പതുക്കെ അവന്റെ അരികിലേക്ക് നടന്നു. നടുവേദന എങ്ങനെയുണ്ടെന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു. അവനെ തട്ടി വിളിക്കാൻ അവൾ കൈനീട്ടിയതാണ്. പക്ഷെ പെട്ടെന്ന് എന്തോർത്ത പോലെ അവൾ പിൻവാങ്ങി. ഉറങ്ങിക്കോട്ടെ, അവൾ പതുക്കെ മന്ത്രിച്ചു. തിരിഞ്ഞെടുക്കുമ്പോൾ സോഫയിൽ ഉറക്കം നടിച്ചിരുന്ന ശ്രീജിത്തും അതെല്ലാം അറിയുന്നുണ്ടായിരുന്നെന്ന് അവൾ അറിഞ്ഞില്ല. അടുത്ത ദിവസം രാവിലെ ആരോടോ ഫോണിൽ സംസാരിച്ചുകൊണ്ടാണ് താഴേക്ക് വന്നത്. നാളെയാണ് ശ്രീജിത്തിനെ കോളേജിൽ റീജോയിൻ ചെയ്യേണ്ട ദിവസം. സത്യത്തിൽ അവനത് മറന്നിരിക്കുകയായിരുന്നു. അവൻ വേഗം താഴേക്ക് ഇറങ്ങി വീട്ടിൽ മുത്തശ്ശിയോടും അച്ഛനോടും അമ്മയോടും എല്ലാം കാര്യം പറഞ്ഞു. തിരികെ മുറിയിലേക്ക് പാക്ക് ചെയ്യാനായി കയറുമ്പോൾ പടികളിൽ വെച്ച് അവൻ ഭവാനിയെ കണ്ടുമുട്ടി. ഭവാനി, എനിക്ക് ഇന്നലെ തിരിച്ചു പോകണം, നാളെ ജോയിൻ ചെയ്യേണ്ട ദിവസമാണ്. പെട്ടെന്ന് കേട്ടതും ഭവാനിയുടെ ഉള്ളുന്ന ആളി. എപ്പോൾ ഇറങ്ങും? അവൾ ചോദിച്ചു. എങ്കിലും അവനില്ലാത്തൊരു വീടിനെ കുറിച്ച് അവൾക്ക് ചിന്തിക്കാൻ കഴിഞ്ഞില്ല. ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങണം. താനിവിടെ നിൽക്ക്, തനിക്കിനി ലീവ് ഉണ്ടല്ലോ. ഞാൻ ഈ 1 മാസം ലീവിന് ഒപ്പിച്ചെടുക്കാൻ പെട്ട പാട് തനിക്കറിയാലോ. ഇനി എന്തായാലും നമുക്ക് വയനാട്ടിൽ വെച്ച് കാണാം. അവൻ തന്റെ ബാഗിലേക്ക് ഡ്രസ്സുകൾ അടുക്കി വെക്കുന്ന അവൾ നോക്കി നിന്നു. അവനെ സഹായിക്കാൻ അവളും കൂടി. അവന്റെ ഷർട്ടുകൾ മടക്കി വെക്കുമ്പോൾ ആ തുണിയിൽ അവന്റെ മണം അവളിൽ വല്ലാത്തൊരു വിങ്ങലുണ്ടാക്കി. ഞാനും കൂടെ വരട്ടെ എന്ന് ചോദിക്കാൻ പലതവണ നാവ് പൊങ്ങിയതാണ്. പക്ഷെ എന്തോ ഒന്ന് അവളെ തടഞ്ഞു. യാത്ര തിരിക്കുന്നതിന് മുമ്പ് അവൾ അവന് പ്രിയപ്പെട്ട വിഭവങ്ങൾ ചേർത്ത് ഭക്ഷണം വിളമ്പിക്കൊടുത്തു. അവൻ കഴിക്കുന്നത് നോക്കി അവൾ അരികിൽ തന്നെ നിന്നു. എന്താ ഭവാനി, ഒന്നും കഴിക്കുന്നില്ലേ? അവൻ ചോദിച്ചു. എനിക്കിപ്പോൾ വിശപ്പില്ല, പിന്നെ കഴിച്ചോളാം, അവൾ പതുക്കെ പറഞ്ഞു. യാത്ര പറയാൻ നേരം അവൻ കാറിനടുത്തേക്ക് നടന്നു. മുത്തശ്ശിയുടെയും അച്ഛൻ്റെയും അമ്മയുടെയും അനുഗ്രഹം വാങ്ങി അവൻ കാറിൽ കയറി. കാർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അവൻ ഭവാനിയെ നോക്കി ഒന്ന് കണ്ണിറുക്കി ചിരിച്ചു. അപ്പൊ ശരി ടീച്ചറെ, അധികം വൈകാതെ വരണേ, അവിടെ എനിക്ക് തനിയെ ബോറടിക്കും. അവന്റെ വാക്കുകൾക്ക് അവൾ ചിരിച്ചുവെങ്കിലും ഉള്ളെന്തിനെന്നറിയാതെ നോവുകയായിരുന്നു. അവൻ കാർ സ്റ്റാർട്ട് ചെയ്ത് ഗേറ്റ് കടന്നു പോകുന്നവരെ ഭവാനി അവിടെ തന്നെ നിന്ന ശേഷം ഒരു നെടുവീർപ്പോടകത്തേക്ക് നടന്നു പോകുന്ന മുത്തശ്ശി അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ശ്രീജിത്ത് പോയതോടെ ആ വലിയ തറവാട് ഭവാനിയെ സംബന്ധിച്ചിടത്തോളം ശൂന്യതയായി മാറി. എല്ലാവരും സ്നേഹത്തോടെ കൂടെ ഉണ്ടായിരുന്നിട്ടും എവിടെയോ ഒരു അപൂർണത. ചിരിയും കളിയും കുസൃതിയുമായി കൂടെ ഉണ്ടായിരുന്ന ഒരാൾ പെട്ടെന്ന് ഇല്ലാതാവുമ്പോൾ ഉണ്ടാവുന്ന മടുപ്പ് ആള് വല്ലാതെ ബുദ്ധിമുട്ടിച്ചു. മുത്തശ്ശിയും അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഭവാനിക്ക് അവനുള്ള വെറുമൊരു നന്ദി മാത്രമല്ലെന്ന് അവർ വീണ്ടും തിരിച്ചറിഞ്ഞു തുടങ്ങിയ നിമിഷങ്ങൾ. അന്ന് രാത്രി നേരെ ഒരുപാട് വൈകിട്ടും ഭവാനിയുടെ മുന്നിൽ വിളിച്ചണഞ്ഞിട്ടില്ല. ഉറക്കം വരാതെ ജനാലക്കിലിരിക്കുന്ന ഭവാനിയുടെ അടുത്തേക്ക് മുത്തശ്ശി സാവധാനം നടന്നെത്തി. മുത്തശ്ശിയുടെ കാൽ പെരുമാറ്റം കേട്ടാണ് ഭവാനി ചിന്തകളിൽ നിന്ന് ഉണർന്ന്. എന്താ മോളെ, ഇത്ര നേരമായിട്ട് ഉറക്കം വന്നില്ലേ? മുത്തശ്ശി ചോദിക്കുമ്പോൾ അവളൊന്ന് പതറി. ഇല്ല മുത്തശ്ശി, എന്തോ പെട്ടെന്ന് ഉറക്കം വന്നില്ല. അത് സ്ത്രീ ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണോ? മുത്തശ്ശിയുടെ അടുത്ത് ഒതുങ്ങിയിട്ട് ഭവാനി തലതാഴ്ത്തി പോയിരുന്നു. അല്ല മുത്തശ്ശി, ഞാൻ വെറുതെ ആണെന്ന് നീ പറഞ്ഞാലും നിന്റെ ഈ കണ്ണുകൾ പറയുന്നുണ്ട് മോളെ, നിന്റെ മനസ്സ് മുഴുവൻ ഇപ്പോഴും അവനാണെന്ന്. മുത്തശ്ശി ഒരു നെടുവീർപ്പോടെ തുടർന്നു. നിന്റെ ഉള്ളിൽ അവനോട് വലിയ സ്നേഹമുണ്ട് ഭവാനി, പക്ഷെ അത് പുറത്ത് കാണിക്കാൻ നിനക്ക് പേടിയാ. നിന്റെ പഴയ കാലം നിന്നെ അതിൽ നിന്നും പിന്നോട്ട് വലിക്കുന്നു. ഭവാനി മറുപടി അറിയാതെ മുത്തശ്ശിയുടെ കൈകളിൽ മുറുകെ പിടിച്ചു. ജീവിതത്തിൽ ചിലതൊക്കെ നഷ്ടപ്പെടുന്നത് മറ്റു ചിലത് നേടാനാ മോളെ. വിധി ചിലപ്പോൾ വലിയ മുറിവുകൾ തരും, പക്ഷെ ആ മുറിവുകൾ ഉണക്കാൻ മറ്റൊരാളെ വിധി തന്നെ അയക്കുകയും ചെയ്യും. അന്ന് നിന്നെ വേണ്ടാന്ന് പറഞ്ഞ് ഒഴിവാക്കിയവര് നിന്നെ ഒരു കരിങ്കല്ലായിട്ടായിരിക്കും കണ്ടത്. പക്ഷേ ആ കരിങ്കല്ല് മറ്റൊരാൾക്ക് സ്വർണ്ണമായിരുന്നു എന്ന് ആരും അറിഞ്ഞില്ല. മുത്തശ്ശി അവളുടെ മുഖം പിടിച്ച് ഉയർത്തി. നീ എൻ്റെ സ്ത്രീയുടെ നിധിയാണ് ഭവാനി. അത് നിനക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിലും എനിക്കറിയാം. നീയുമായിട്ടുള്ള വിവാഹത്തിൻ്റെ കാര്യം ഞാൻ ആദ്യമായിട്ട് അവനോട് പറഞ്ഞപ്പോൾ വിവാഹമേ വേണ്ടെന്ന് പറഞ്ഞ് നടന്നിരുന്ന അവൻ ഒരു വാക്ക് പോലും എതിർക്കാതെ സമ്മതിച്ചില്ലേ? നിന്നെ കാണുന്നവരെയും നിനക്കൊരു കൂട്ട് വേണമെന്ന് പറഞ്ഞവൻ നിന്നെ കണ്ട നിമിഷം, നിന്റെ ആ നോവുകൾ അറിഞ്ഞ നിമിഷം നിന്നെ സംരക്ഷിക്കണമെന്ന് ആഗ്രഹിച്ചു പോയില്ലേ? നിനക്ക് ആ മനസ്സിൽ വലിയൊരു സ്ഥാനമുണ്ട് മോളെ. മുത്തശ്ശിയുടെ വാക്കുകളിൽ ഭവാനിയുടെ കൺകോണുകൾ നനഞ്ഞു. അവരുടെ ഓരോ വാക്കുകളും അവളിൽ പുതിയൊരു വെളിച്ചം നിറയ്ക്കുകയായിരുന്നു. മറ്റുള്ളവർ എന്ത് പറയും, ലോകം എന്ത് കരുതുന്നൊക്കെ ഓർത്തിട്ടാണോ നീ ഈ സ്നേഹത്തെ പേടിക്കുന്നത്? മുറിവേറ്റ ഒരു മനസ്സിനെ സ്നേഹം കൊണ്ട് പൊതിയുന്ന ഒരാളെ കിട്ടുന്നല്ലേ മോളെ ഭാഗ്യം. അത് നിനക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഭാഗ്യം നമ്മളായിട്ട് കണ്ടില്ലെന്ന് അടിക്കരുത്. മുത്തശ്ശി പറഞ്ഞു നിർത്തുമ്പോൾ ഭവാനിയെല്ലാം നിശബ്ദമായി കേട്ടിരുന്നു. മുത്തശ്ശി അവളുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് എഴുന്നേറ്റു. മോൾക്ക് അവനടുത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ മറ്റൊന്നും ചിന്തിച്ചേക്കാൻ നാളെ തന്നെ പോയിക്കോ. നിങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാനാ ഞങ്ങളും കാത്തിരിക്കുന്നു. മുത്തശ്ശി അതും കൂടി പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയതും പെട്ടെന്നാണ് മേശപ്പുറത്ത് നിന്ന് അവളുടെ ഫോൺ ശബ്ദിച്ച്. സ്ക്രീനിൽ ശ്രീജിത്തിന്റെ പേര് തെളിഞ്ഞു. അവളുടെ കണ്ണുകൾ വിടർന്നു. എങ്കിലും വിറക്കുന്ന വിരലുകളോടെ അവൾ ആ ഫോൺ കയ്യിലെടുത്തു. ഹലോ ഭവാനി, നീ ഉറങ്ങിയില്ലേ? അപ്പുറത്ത് ശ്രീജിത്തിന്റെ ശബ്ദത്തിന് വല്ലാത്തൊരു ആർദ്രതയുള്ളതായി അവൾക്ക് തോന്നി. ഇല്ല, അവൾ പതുക്കെ പറഞ്ഞു. അതെന്താ? അവൻ വീണ്ടും ചോദിച്ചു.
ഒന്നില്ല, എന്തോ സാർ എനിക്ക് വല്ലാതെ മിസ് ചെയ്യുന്നു. ഞാൻ നാളെ ഇങ്ങോട്ട് വരട്ടെ? പെട്ടെന്ന് കയറിയുള്ള അവളുടെ ചോദ്യത്തിന് അവനൊന്ന് അന്തിച്ചിരുന്നു. വരുവാണെങ്കിൽ വന്നു, ഞാനിവിടെ ആ ബോറടിച്ചിരിക്കായിരുന്നു. താനില്ലാതെ വീട്ടിലൊരു ശൂന്യത പോലെ. എന്തായാലും താമോ, നമുക്ക് നേരിട്ട് കാണാം. ഫോൺ വയ്ക്കുമ്പോൾ ഭവാനിയുടെ ഉള്ളിൽ വലിയൊരു ഭാരമൊഴിഞ്ഞ പോലെ തോന്നി. അടുത്ത ദിവസം രാവിലെ തന്നെ അവൾ യാത്രക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. മുത്തശ്ശി അമ്മയും കെട്ടിപ്പിടിച്ച് യാത്ര പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അച്ഛനാണ് അവളെ വയനാട്ടിലെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയത്. കാറിൽ നിന്നിറങ്ങുമ്പോൾ അച്ഛൻ അവളുടെ കൈകൾ ചേർത്ത് പിടിച്ചു. ഈ മാറി നിൽക്കലൊക്കെ തൽക്കാലം നല്ലതാ മോളെ. പക്ഷെ പെട്ടെന്ന് ഇതൊക്കെ അവസാനിപ്പിച്ച് എങ്ങനെയായാലും രണ്ടുപേരും സ്ഥലം മാറ്റം വാങ്ങി നാട്ടിലേക്ക് വരണം. ഇനിയുള്ള കാലം മക്കളുടെയും കൊച്ചുമക്കളുടെയും കൂടെ ജീവിക്കണം എന്ന ആഗ്രഹം. അച്ഛന്റെ വാക്കുകൾക്ക് അവൾ ചിരിയോടെ അദ്ദേഹത്തെ യാത്രയാക്കി. അവൾ അകത്തേക്ക് കയറി. താൻ അവിടുന്ന് പോയതിലും എന്തൊക്കെയോ മാറ്റങ്ങൾ കൂടി ആ വീടിന് വന്ന പോലെ. നേരെ മുകളിലെ മുറിയിലേക്ക് നടന്ന ഭവാനി വാതിൽ തുറന്ന് അമ്പരന്ന് പോയി. ഭിത്തിയിൽ നിറയെ അവരുടെ യുവാ നിമിഷങ്ങൾ വലിയ ഫ്രെയിമുകളിൽ തൂങ്ങിക്കിടക്കുന്നു. കാറിൽ നിന്നിറങ്ങുന്നതും അവൻ താലി ചാർത്തുന്നതുമൊക്കെ ഓരോ ചിത്രത്തിലും സ്ത്രീ അവളെ നോക്കുന്നത് എത്രമാത്രം പ്രണയത്തോടെയാണെന്ന് അവൾ അന്നാണ് ശരിക്കും ശ്രദ്ധിച്ചത്. മുറിയിലാകെ അവന്റെ മണം പടർന്നു നിൽക്കുന്നു. സമയം പോയിക്കൊണ്ടിരുന്നു. ശ്രീത്ത് കോളേജിൽ നിന്ന് വരാറായതും ഭവാനി കുളിച്ച സാരി എടുത്ത് അവനെ കാത്തിരുന്നു. ഓരോ വണ്ടിയുടെ ശബ്ദം കേൾക്കുമ്പോഴും അവളുടെ ഹൃദയം വേഗത്തിൽ മിടിച്ചു. ഗേറ്റ് തുറന്ന ശ്രീത്തിന്റെ കാർ മുറ്റത്ത് വന്നിരുന്നതും അവൾ വരാന്തയിലേക്ക് ഇറങ്ങി അവനെ നോക്കി നിന്നു. താനെപ്പത്തി? അവളെ കണ്ടത് അമ്പരപ്പുമാർ അവൻ ചോദിച്ചു. ഞാൻ ഉച്ചയ്ക്ക് മുന്നേ എത്തി. ഭവാനി അവന്റെ കയ്യിലെ ബാഗ് വാങ്ങാൻ കൈ നീട്ടിക്കൊണ്ട് പറയുമ്പോൾ എന്നിട്ടെന്ന് എന്നെ വിളിക്കാണ്ടിരുന്നു എന്നവൻ ചോദിച്ചു. ഒന്നുമില്ല, ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി. അവൾ അതും പറയാത്തേക്ക് നടക്കുമ്പോൾ അവളെ കണ്ടതിന്റെ വല്ലാത്തൊരു ഉന്മേഷത്തിലായിരുന്നു അവനും. അച്ഛൻ വന്നിരുന്നു, എന്നെ ഇവിടെ കൊണ്ടുവിട്ടു, പെട്ടെന്ന് പോയി. ഓഫീസിലെന്തോ തിരക്കുണ്ടെന്ന് അവൾ പറയുന്ന കേട്ടുകൊണ്ട് ശ്രീത് സോഫയിലേക്ക് ഇരുന്നു. താൻ ആരും കഴിച്ചോ? പിന്നെ കഴിക്കാതെ ഉച്ചയ്ക്ക് പുറത്തുനിന്ന് വാങ്ങി കഴിച്ചു. ഇനി രാത്രി നമുക്ക് പുറത്തുപോയി കഴിക്കാം. അവൾ വല്ലാത്തൊരു ആവേശത്തോടെ അവൻ നോക്കി ചോദിക്കുമ്പോൾ ശ്രീത്ത് അമ്പരപ്പോടെ അവൾ തന്നെ നോക്കിയിരുന്നു പോയി. പഴയ ഗൗരവക്കാരിയ ഭവാനിയിൽ നിന്ന് എത്ര പെട്ടെന്നാണ് ഇവൾക്കൊരു മാറ്റം വന്നത്. മുമ്പൊക്കെ പുറത്തുപോയി ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ അന്നൊന്നും വേണ്ടെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നവളാണ് അവൾ. എന്തെങ്കിലും നോക്കുന്നത്? ഭവാനിയുടെ ചോദ്യത്തിനാണ് അവൻ ചിന്തയിൽ നിന്ന് ഉണർന്നത്. അല്ല, പെട്ടെന്ന് ഇങ്ങനെ കേട്ടപ്പോ തനിക്കതിൽ മാറ്റം വന്നൊരു തോന്നല്. നീ പഴയ ആള് തന്നെയല്ലേ ഇപ്പോഴും? അവൻ കൗതുകത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഭവാനി ചിരിച്ചു. അതൊക്കെ പുറത്തു പോകുമ്പോൾ ഞാൻ വിശദമായി പറഞ്ഞുതരാം. തൽക്കാലം എൻ്റെ ശ്രീയേട്ടൻ പോയി റെഡിയായി വാ. ഇറങ്ങും മുന്നേ ഒരു ചായ കൂടി ഇട്ട് തരാം. അവൾ അതും പറഞ്ഞ് അടുക്കളയിലേക്ക് പോകുമ്പോഴും അത്ഭുതത്തോടെ അവളെ നോക്കിയിരുന്നു പോയി ശ്രീത്ത് പെട്ടെന്ന് തന്നെ റെഡിയായി താഴേക്ക് വന്നു. വെള്ള ഷർട്ടും കടുനീല ജീൻസും അണിഞ്ഞ് അവനെ കണ്ടപ്പോൾ ഭവാനിയുടെ കണ്ണുകളിൽ തിളക്കം മിന്നി മറഞ്ഞു. അവൾ അവന് വേണ്ടി കൊണ്ടുവന്ന ചായ അവനെ ഏൽപ്പിച്ചു. കുടിക്ക്, എന്നിട്ട് നമുക്ക് ഇറങ്ങാം. ആ ചായ വാങ്ങി ചുണ്ടോടി ചേർക്കുമ്പോഴും ശ്രീത്തിന്റെ കണ്ണുകൾ ഭവാനിൽ തന്നെയായിരുന്നു. കറുത്ത കരയുള്ള സാരിയായിരുന്നു അവളുടെ വേഷം. മുടി അഴിച്ചിട്ടിരിക്കുന്നു. ആ മുഖത്ത് പതിവില്ലാതെ പടർന്നു നിൽക്കുന്ന സന്തോഷം അവനെ വല്ലാതെ ആകർഷിച്ചു. യാത്ര തുടങ്ങിയപ്പോൾ നല്ല തണുത്ത കാറ്റ് അവരെ തഴുകി കടന്നുപോയി. ജനാലയിലൂടെ പുറത്തിരുട്ടിലേക്കും ഇടയ്ക്കിടെ തെളിയുന്ന മഞ്ഞ വെളിച്ചത്തിലേക്കും നോക്കിയിരുന്ന ഭവാനി പെട്ടെന്ന് ശ്രീത്തിന്റെ കയ്യിൽ മെല്ലെ തൊട്ടു. ആ കാണുന്ന ചായക്കടയിൽ നിർത്തുക. റോഡിനരികിലെ ഒരു ചെറിയ തട്ടുകട ചൂണ്ടിക്കാട്ടി അവൾ ചോദിക്കുമ്പോൾ ശ്രീത്ത് വണ്ടി ഓരത്തേക്ക് ഒതുക്കി. അവനൊപ്പം അവൾ അവിടേക്ക് നടന്നു. തനിക്ക് എന്താ വേണ്ടത്? എനിക്ക് ബജി മതി. അവളത് പറയുമ്പോൾ അവളെ കടയോട് ചേർന്ന് കിടക്കുന്ന ബെഞ്ചിലിരുത്തി അവൻ കടക്കുള്ളിലേക്ക് നടന്നു. കടയിൽ റേഡിയോയിൽ പഴയൊരു പാട്ട് മെല്ലെ ഒഴുകുന്നുണ്ട്. ഭവാനി അത് ആസ്വദിച്ചിരിക്കുമ്പോൾ പ്ലേറ്റിൽ ബജിയും ചായയുമായി അവൻ എത്തി. ആൾക്ക് മുന്നിൽ അവനത് വയ്ക്കുമ്പോൾ അവൾ അതിലൊന്ന് എടുത്ത് പിച്ചി എന്തൊക്കെയോ ആലോചിച്ചിരുന്നു. എന്താ ഭവാനി, ഭയങ്കര ആലോചനയിലാണല്ലോ? ശ്രീത്ത് ചോദിച്ചു. ഭവാനി ചായ ഗ്ലാസ് മേശപ്പുറത്ത് വെച്ച് അവന് നേരെ നോട്ടം മാറ്റി. ആ നോട്ടത്തിൽ ഒരുപാട് അർത്ഥങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ഞാനിങ്ങനെ വെറുതെ ഓർക്കുകയായിരുന്നു, ഒരു മാസത്തിന് മുമ്പ് നമ്മൾ എവിടെയായിരുന്നു? രണ്ട് അപരിചിതർ അല്ലേ? അവളുടെ ചോദ്യത്തിന് സ്ത്രീത്വൊന്നും മിണ്ടിയില്ല. അവൾ പറയട്ടെ എന്ന് കരുതി അവൻ കേട്ടു നിന്നു. സത്യം പറഞ്ഞാൽ എന്നോ ജീവിതം അവസാനിച്ചെന്ന് കരുതിയവളാണ് ഞാൻ. അന്ന് വിഷ്ണുവേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മരിച്ചാൽ മതി എന്ന് പോലും തോന്നിയിരുന്നു. അതാണ് ജീവിതത്തിൽ അവസാനം എന്ന് വിശ്വസിച്ചു. പക്ഷെ പിന്നീട് തറവാട്ടിലെത്തിയപ്പോൾ സ്വന്തം എന്ന് പറയാൻ ഒരുപാട് പേരെ കിട്ടിയപ്പോൾ ഞാൻ അറിഞ്ഞു തുടങ്ങി എൻ്റെ ജീവിതം അവിടെ നിന്നാണ് തുടങ്ങുന്നതെന്ന്. അവൾ പതുക്കെ സ്ത്രീയത്തിൻ്റെ അരികിലേക്ക് നീങ്ങി നിന്ന് ഒരു തണുത്ത കാറ്റ് വീശിയപ്പോൾ അവൾ തൻ്റെ സാരിത്തുമ്പ് ഒന്നുകൂടി പുതച്ചു. സാറെന്തിനാ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത്? എനിക്ക് അതാ മനസ്സിലാവാത്തത്. പെട്ടെന്നുള്ള അവളുടെ ചോദ്യത്തിന് അവൻ ചിരിച്ചു. സ്നേഹിക്കാൻ അങ്ങനെ ഒരു കാരണം വേണമെന്നുണ്ടോ? എന്തോ കണ്ടപ്പോഴേ ഒരു ഇഷ്ടം തോന്നിയിരുന്നു. അന്ന് സ്റ്റാഫ് റൂമിൽ ആരൊക്കെയോ പറഞ്ഞ ഗൗരവക്കാരിയായ ഭവാനി മിസ് അത്യാവശ്യം പ്രായം ചെന്നൊരു സ്ത്രീയാണെന്നാണ് ആദ്യം കരുതിയത്. പക്ഷെ കണ്ടപ്പോൾ ചെറുപ്പക്കാരിയായ ഒരു അഹങ്കാരി. അവളോട് തോന്നിയ കൗതുകം അത് പിന്നീട് എന്തൊക്കെയായി. അല്ല, താനിപ്പോൾ എന്തിനാ അതൊക്കെ ചോദിക്കുന്നത്? തനിക്ക് എന്നോട് അങ്ങനെ ഇഷ്ടമല്ലല്ലോ, ജസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ നമ്മള്. ആളെ കളിയാക്കുമ്പോൾ ശ്രീതി ചോദിച്ച ആ ചോദ്യത്തിന് മുമ്പിൽ ഭവാനി ഒരു നിമിഷം നിശബ്ദയായി. അവളുടെ കണ്ണുകൾ പുറത്തിരുട്ടിൽ തങ്ങുന്നുണ്ടായിരുന്നു.
പതുക്കെ അവൾ അവൻ്റെ കൈവിരലുകൾ തൻ്റെ വിരലുകളിൽ കോർത്തു. അവൻ ഞെട്ടി അവളെ നോക്കി. ഫ്രണ്ട് മാത്രമാണോ എന്ന് ചോദിച്ചാൽ അതെ, ലോകത്തിലെ ഏറ്റവും നല്ല ഫ്രണ്ട്. പക്ഷെ എൻ്റെ ഈ പ്രാണനെ തിരികെ തന്ന് ഈ ഫ്രണ്ടല്ലേ ശ്രീയേട്ടാ. അവളുടെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. ശ്രീജിത്ത് അവളെ അത്ഭുതത്തോടെ നോക്കി. അവൻ്റെ കൈത്തണ്ടയിൽ അവളുടെ വിരലുകളുടെ സ്പർശം വല്ലാത്തൊരു തണുപ്പ് അവനിൽ പടർത്തി. വിഷ്ണുയേട്ടൻ അന്ന് ഉപേക്ഷിച്ചത് ആ പഴയ ഭവാനിയെയാണ്. അവിടെ നിന്ന് ശ്രീയേട്ടൻ വീണ്ടെടുത്ത് എനിക്ക് പോലും അറിയാത്ത പുതിയൊരു ഭവാനിയെയാണ്. സ്നേഹിക്കാൻ മാത്രമല്ല, സ്നേഹിക്കപ്പെടാനും തനിക്ക് അർഹതയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ ഭവാനിയെ. സങ്കടങ്ങൾക്കിടയിലും ഒന്ന് ചിരിക്കാൻ തോന്നുമ്പോൾ എൻ്റെ കണ്ണുകൾ തിരിയുന്ന നിങ്ങളെയാണ്. ഇതിനെ സ്നേഹമെന്നാണ് വിളിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. അവളുടെ കണ്ണുകൾ ആ വാക്കുകൾക്കൊപ്പം നിറയുമ്പോൾ അവൻ അവൾ തന്നെ നോക്കിയിരുന്നു, അവളുടെ കൈവിരലിൽ അമർത്തി പിടിച്ചുകൊണ്ട്. അന്ന് കോളേജിൽ വെച്ച് നമ്മൾ ആദ്യം കണ്ട ദിവസം ഓർമ്മയുണ്ടോ? മുഖം കറുപ്പിച്ചടന്നിരുന്ന എൻ്റെ മുന്നിലേക്ക് അന്നൊരു പുഞ്ചിരിയോടെ വന്ന ഒരേ ഒരാൾ നിങ്ങളായിരുന്നു. എല്ലാവരും എന്നെ അഹങ്കാരി എന്ന് മുദ്രകുത്തിയപ്പോൾ ആ മുഖംമൂടിക്കുള്ളിലെ സങ്കടം തിരിച്ചറിയാൻ ശ്രമിച്ചവൻ. അന്ന് നിങ്ങൾ തന്ന ആ ധൈര്യം ഇന്നെന്നെ ഇവിടം വരെ എത്തിച്ചു. അന്ന് സ്റ്റാഫ് റൂമിലെ ആ മൂലയിൽ തനിച്ച് എല്ലാവരോടും വാശി കാട്ടിയിരുന്ന അവളെ അവന് ഓർത്തെടുക്കുകയായിരുന്നു ആ നിമിഷം. അന്ന് ആ കണ്ണുകളിലെ ശൂന്യത അവനെ വല്ലാതെ അസ്വസ്ഥനാക്കിയിരുന്നു. അന്നേ ഉറപ്പിച്ചതാ ആ ചുണ്ടിലൊരു ചിരി വിരിയുന്ന കാണണമെന്ന്. അതിനുവേണ്ടിയായിരുന്നു കൂടെ നടന്നവൻ സ്നേഹിച്ചതുമൊക്കെ. അവനൊരു നെടുവീർപ്പോടെ പുഞ്ചിരിച്ചു. നിന്നെ സ്നേഹിക്കാൻ എനിക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല ഭവാനി. നീ കൂടെയുള്ളപ്പോൾ എനിക്ക് ഞാനാവാൻ കഴിയുന്നു. നിന്റെ ഈ മാറ്റം അത് കാണുന്ന എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ഭവാനിയുടെ കൺകോണിൽ ഒരു തുള്ളി കണ്ണുനീർ പൊടിഞ്ഞു. അവളെന്ന് ആദ്യമായി അവൻ്റെ തോളിലേക്ക് തലയാഴ്ച കിടന്നു. തൻ്റെ എന്ന ഉറച്ച വിശ്വാസത്തോടെ അവളെ ചേർത്ത് പിടിച്ച് അവനും അങ്ങനെ ഇരുന്നു. ആ നേരവും തണുത്ത കാറ്റ് അവരെ പൊതിയുന്നുണ്ടായിരുന്നു. പഴയ മുറിവുകളെ ഉണക്കി പുതുജീവിതത്തിൻ്റെ പ്രതീക്ഷകളായി. തിരികെ വീട്ടിലേക്കുള്ള യാത്രയിലും ഭവാനി ശ്രീയത്തിൻ്റെ തോളിൽ തലയാഴ്ച കിടന്നു. സ്റ്റീരിയോയിൽ പ്രണയത്തിൻ്റെ ഈണങ്ങൾ ഒഴുകുന്നുണ്ടായിരുന്നു. വീട്ടിലെത്തിയപ്പോൾ സമയം ഒത്തിരി വൈകി. ഉമ്മറത്തെ ലൈറ്റുകൾ അണച്ചവർ മുറികളിലേക്ക് നടന്നു. പടികൾ കയറി മുകളിലെത്തിയപ്പോൾ ഭവാനി പതുക്കെ തൻ്റെ പഴയ മുറിയിലേക്ക് തിരിഞ്ഞു. അപ്പൊ ഇത്രയും നേരം പറഞ്ഞൊക്കെ വെറും പറച്ചിൽ മാത്രമായിരുന്നു ടീച്ചറെ. കിടപ്പിനി രണ്ടിടത്താണോ? അവന് ചിരിച്ചുകൊണ്ടുള്ള ചോദ്യത്തിന് ഭവാനി അവർ നോക്കി കണ്ണുരുട്ടി ആ മുറിയിലേക്ക് തന്നെ കയറിപ്പോയി. അവൾ തന്റെ തലയിണ വെള്ളം കുടിക്കുന്ന ബോട്ടിലുമായി തിരികെ ശ്രീയത്തിന്റെ മുമ്പിലെത്തി. ദാ ഇതെടുക്കാൻ പോയതാ. അവന്റെ മുറിയിലേക്ക് നടന്നുകൊണ്ട് അവൾ പറയുമ്പോൾ അവനൊന്ന് ചിരിച്ചു. ശേഷം അവളുടെ കയ്യിൽ കയറി പിടിച്ച് അവളെ തന്നിലേക്ക് വലിച്ചടുപ്പിച്ചതും അവളൊന്ന് വിറച്ചു. ഭവാനി, ഐ ലവ് യു. സംഭവം പഴഞ്ചനാണെന്നറിയാം, പക്ഷെ എനിക്കിതിലും കൂടുതലൊന്നും പറയാനറിയില്ല. പക്ഷേ ഒന്നറിയാം, ഇഷ്ടമാണ്. ഈ ടീച്ചറെ എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ്. അവന്റെ വാക്കുകൾക്ക് അവൾ അവന്റെ നെഞ്ചിലെ ചൂടിൽ മുഖമമർത്തി. ശ്രീത്ത് അവളെ നെറുകിൽ ആർദ്രമായി ചുംബിച്ചു. അവളുടെ വിറക്കുന്ന തോളുകളെ അവൻ തന്റെ കൈകൾക്കുള്ളിൽ പൊതിഞ്ഞു. എന്നാ പിന്നെ വാതിലടക്കട്ടെ. അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി കണ്ണിറുക്കി. നാണം കലർന്നൊരു ചിരിയോടെ അവൾ അവന്റെ നെഞ്ചിലേക്ക് കൂടുതൽ ചേർന്ന് നിൽക്കുമ്പോൾ ശ്രീജിത്ത് പതുക്കെ ആ വാതിലടച്ചു. പുറത്ത് കാറ്റു മരങ്ങളെ തഴുകി കടന്നു പോകുന്നുണ്ടായിരുന്നു. ആ മുറിക്കുള്ളിലെ നിലാവെളിച്ചത്തിൽ ആ രണ്ട് ഹൃദയങ്ങളൊന്നായി അലിഞ്ഞു ചേരുമ്പോൾ പുറത്ത് മഴയും അവർക്ക് കൂട്ടായി എത്തിക്കഴിഞ്ഞിരുന്നു. 2 വർഷങ്ങൾക്ക് ശേഷം ആ 2 വർഷങ്ങൾ കൊണ്ട് തന്നെ ഒരായുഷ്കാലം മുഴുവൻ കൊടുക്കേണ്ട സ്നേഹവും ശ്രീത്ത് ഭവാനിക്ക് നൽകി കഴിഞ്ഞിരുന്നു. പഴയ ഗൗരവക്കാരി ടീച്ചറിൽ നിന്ന് ഒരുപാട് സംസാരിക്കുന്ന ഒരുപാട് കുറുമ്പുകളുള്ള അവന്റെ മാത്രം ഭവാനിയാക്കി മാറ്റിയതും അവൻ തന്നെയായിരുന്നു. ഇന്ന് അവൾ 5 മാസം ഗർഭിണിയാണ്. വയറ്റിൽ വളരുന്ന 2 ജീവനുകളാണെന്നറിഞ്ഞ നിമിഷം മുതൽ ശ്രീയത്തിന്റെ ലോകം ഭവാനിക്ക് ചുറ്റും മാത്രമായി ചുരുങ്ങി. കഴിഞ്ഞ ആഴ്ച വരെ അവൾ കോളേജിൽ പോയിരുന്നു. രാവിലെ അവളെ ഒരിക്കൽ ആഹാരം കഴിപ്പിച്ച് ബാഗും വാട്ടർ ബോട്ടിലും എടുത്ത് കാറിൽ കയറ്റി കോളേജിൽ കൊണ്ടുവിടുന്നു. വൈകുന്നേരം അവളെ തിരികെ കൊണ്ടുവരുന്നു ശ്രീയത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ജോലികളായി മാറിയിരുന്നു. പക്ഷെ 5-ാം മാസം തുടങ്ങിയതോടെ അവളുടെ ക്ഷീണം കൂടി. ഇരട്ട കുട്ടികളായതുകൊണ്ട് തന്നെ നടക്കാനും ഇരിക്കാനും അവൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു തുടങ്ങി. അതോടെ ശ്രീയത്ത് നിർബന്ധപൂർവ്വം അവളെ ലീവ് എടുപ്പിച്ചു. ഇന്ന് അവർ ഹോസ്പിറ്റൽ പോകുന്ന ദിവസമാണ്. ചെക്കപ്പ് കഴിഞ്ഞ് അവിടെ നേരെ തറവാട്ടിലേക്ക്. പ്രസവം വരെ ഇനി അവൾ മുത്തശ്ശിയുടെ അമ്മയുടെയും ഒപ്പമായിരിക്കും. മുറിയിൽ വസ്ത്രങ്ങൾ പാക്ക് ചെയ്യുന്ന തിരക്കിലാണ് ഭവാനി. നിലത്തേക്ക് വീണ തുണി കുനിഞ്ഞെടുത്ത് ബാഗിലേക്ക് വെക്കാൻ ശ്രമിക്കുന്നതിനിടെ അവളൊന്ന് കിതച്ചു. ക്ഷീണം കൊണ്ട് അവൾ കട്ടിലേക്ക് കൈകുത്തി ഞെളിഞ്ഞതും പെട്ടെന്ന് പിന്നിലൂടെ 2 കൈകൾ അവളെ പൊതിഞ്ഞു. അവളുടെ ചുണ്ടിൽ അവന്റെ സാമീപ്യം ഒരു പുഞ്ചിരി നിറച്ചു. അവന്റെ താടി അവളുടെ തോളിലമർന്നു. ഞാൻ പറഞ്ഞല്ലേ ടീച്ചറെ, ഇതൊക്കെ ഞാൻ ചെയ്തോളാന്ന്. താനെന്തിനെങ്ങനെ കഷ്ടപ്പെടുന്നു? ഭവാനി ഒന്ന് തിരിഞ്ഞവന്റെ മുഖത്തേക്ക് നോക്കി. അവളുടെ കൈകൾ അവന്റെ കൈകൾക്ക് മീതെ വെച്ചു. എല്ലാം ശ്രീയേട്ടൻ തന്നെ ചെയ്താ പിന്നെ എനിക്ക് എന്ത് ജോലിയാവുള്ളു? എനിക്ക് ബോറടിക്കില്ലേ? ശ്രീത്ത് അവളെ തനിക്ക് നേർക്ക് തിരിച്ചു നിർത്തി. അവളുടെ മുഖത്തെ ഉളർച്ച അവനെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു. അവൻ ആ കവളിൽ പതിയെ ഒന്ന് ചുണ്ടു ചേർത്തു. അവൻ പതുക്കെ കുനിഞ്ഞ് അവളുടെ വയറിൽ തന്റെ കാതുകൾ ചേർത്ത് വെച്ചു. മക്കളെ, അമ്മയെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടല്ലേ നിങ്ങള്? അവിടെ കിടന്നിങ്ങനെ തല്ലുകൂടാവുന്ന അടങ്ങിയിരിക്കണം മക്കളെ.
ഭവാനി അവന്റെ മുടിയിലൂടെ തലോടി. ആർക്ക് രണ്ടുപേർക്ക് അച്ഛന്റെ ശബ്ദങ്ങൾക്കും ഭയങ്കര സന്തോഷാ ശ്രീയേട്ടാ. നോക്കി ഉള്ളിക്കിടം തട്ടുന്നുണ്ട്. ശ്രീത്ത് ആവേശത്തോടെ അവിടെ വയറിൽ കൈവച്ചു പോയി. കുഞ്ഞുങ്ങൾ പതിയാനങ്ങുന്ന അവനും അറിയാൻ കഴിയുന്നുണ്ടായിരുന്നു. അവൻ ആ വയറിൽ ഉമ്മ വെച്ചു. എന്നിട്ട് അവളെ പതുക്കെ പിടിച്ച് കട്ടിലിരുത്തി. താനിവിടെ ഇരുന്ന് ഓരോ തുണിയെടുത്ത് തന്നാൽ മതി, ഞാൻ ബാഗിൽ വെച്ചോളാം. അവൻ ഓരോ തുണിയായി മടക്കി വെക്കുമ്പോൾ അവൾ കുസൃതിയോടെ അവനെ നോക്കിയിരുന്നു. ശ്രീയേണ്ണ ഇത്രയും നന്നായിട്ട് ജോലികളെല്ലാം ചെയ്യാനറിയുന്നത് ഞാൻ ഇപ്പോഴായിട്ട് അറിയുന്നത്. നോക്കി തുണിയൊക്കെ എത്ര ഭംഗിയായിട്ട് മടക്കി വെക്കുന്നത്. അവൾ പറയുമ്പോൾ അവൻ കണ്ണിറിക്കൊന്ന് ചിരിച്ചു. അതിന് പിന്നില്ലാണ്ട് ഇരട്ട കുട്ടികളുടെ അച്ഛനാകാൻ പോകുന്ന ആളാണ് ഞാൻ. അപ്പൊ പിന്നെ ഉത്തരവാദിത്തം കുറച്ച് കൂടണ്ടേ. അവന്റെ വാക്കുകൾക്ക് അവനെ കുറുമ്പോടെ നോക്കി അവൾ അവനെ തന്നാലാവും വിധം സഹായിച്ചുകൊണ്ടിരുന്നു. തറവാടിലേക്ക് പോകാനുള്ള ബാഗും പാക്ക് ചെയ്ത് വീടും പൂട്ടി അവർ നേരെ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. അത്ര നേരം യാത്ര ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് എത്തിയപ്പോൾ ഭവാനിക്ക് നടക്കാൻ അല്പം ബുദ്ധിമുട്ട് തോന്നി. ശ്രീത്ത് അവളുടെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ച് മുന്നോട്ട് നടക്കുമ്പോൾ പലരും അവരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആ നോട്ടങ്ങളൊന്നും അവൻ കാര്യമാക്കിയില്ല. അവൻ അവരുടെ സുരക്ഷയായിരുന്നു പ്രധാനം. ഹോസ്പിറ്റൽ ഗർഭിണികളുടെ നല്ല തിരക്കുള്ളത് കൊണ്ട് ഭവാനി അവിടെയുള്ള കസേരയിൽ വെയിറ്റ് ചെയ്ത് അങ്ങനെ ഇരുന്നു. 5-ാം മാസത്തിന്റെ അസ്വസ്ഥതകൾ അവൾ വല്ലാതെ തളർത്തുന്നുണ്ട്. ശ്രീയേട്ടാ വല്ലാത്ത കുറച്ച് വെള്ളം കിട്ടുമോ? അവൾ തളർച്ചയോടെ ചോദിക്കുമ്പോൾ ഇപ്പൊ കൊണ്ടുവരാമെന്നും പറഞ്ഞ് ശ്രീജിത്ത് ക്യാൻറ്റീനിലേക്ക് നടന്നു. വെള്ളം വാങ്ങി തിരികെ വരുന്ന വഴിയാണ് ബ്ലഡ് ബാങ്കിന് മുന്നിൽ ഇടനാഴിൽ വെച്ച് ആ മുഖം അവൻ വീണ്ടും കണ്ടത്. വിഷ്ണു. പെട്ടെന്ന് അവനെ കണ്ടപ്പോൾ ശ്രീജിത്ത് ഞെട്ടി. ഇപ്പോഴവൻ പഴയ വിഷ്ണുവല്ല. തളർച്ചയോ ആവശ്യതയോ ഇല്ലാതെ നിവർന്ന് നടക്കുന്ന പുതിയൊരു വിഷ്ണു. അവൻ്റെ ഒപ്പം ഒരു പെൺകുട്ടിയുണ്ട്. സൂക്ഷിച്ചു നോക്കിയ ശ്രീജിത്തിന് അത് രേഷ്മയാണെന്ന് മനസ്സിലായി. അവരുടെ കയ്യിലേക്ക് ഒരു സ്ത്രീ പുഞ്ചിരിയോടെ ഒരു കൈക്കുഞ്ഞിനെ കൂടി കൊടുക്കുമ്പോൾ അത് അവരുടെ കുഞ്ഞായിരിക്കുമെന്ന് അവൻ ഊഹിച്ചു. രേഷ്മ ആ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വിഷ്ണുവിനൊപ്പം നടന്നീങ്ങുന്നു ശ്രീജിത്ത് നോക്കിയതിനു ശേഷം വെറുതെ അവരെക്കുറിച്ചൊന്ന് അന്വേഷിച്ച് നോക്കി. അത് അവരുടെ കുഞ്ഞു തന്നെയാണ്. ശ്രീജിത്ത് രേഷ്മ ഇപ്പോൾ സന്തോഷത്തോടെ ജീവിക്കുന്നു എന്നും അറിഞ്ഞു. ശ്രീജിത്ത് ഒരു നെടുവീർപ്പോടെ ഹോസ്പിറ്റലിന് മുറ്റത്തേക്ക് നോക്കുമ്പോൾ വിഷ്ണു തന്റെ ഭാര്യയും കുഞ്ഞിനെയും കാറിൽ കയറ്റി പോകുന്നു സംതൃപ്തിയോടെ അവൻ കണ്ടിരുന്നു. ഏത് കൈപ്പേറിയ ഓർമ്മകളെയും കാലം അയച്ചു കളയുമെന്ന് പറയുന്നത് എത്ര സത്യമാണല്ലേ. എന്റെ ശ്രീയേട്ടാ, ഈ ഒരു കുപ്പി വെള്ളം വാങ്ങാനാണോ ഈ അരമണിക്കൂർ എടുത്ത്? ഞാൻ എപ്പോ മുതൽ നോക്കിയിരിക്കാന്നറിയോ? ആ ഫോൺ നോക്കി എത്ര മിസ് കോൾ ഉണ്ടെന്ന്. ഭവാനി പരിഭവത്തോടെ അവനെ നോക്കി. അവന്റെ മനസ്സിൽ അപ്പോഴും വിഷ്ണുവിന്റെയും രേഷ്മയുടെയും അവരുടെ കുഞ്ഞിന്റെയും മുഖങ്ങളായിരുന്നു. ഇത് അവളോട് പറയണോ താൻ? വേണ്ട. അവൾ ഇനി ആ പഴയ ഭൂതകാലത്തിന്റെ നിഴൽ പോലും ഓർക്കേണ്ട. അവളുടെ ലോകം ഇപ്പോൾ താനും വരാനിരിക്കുന്ന ഈ 2 കൺമണികളുമാണ്. ശ്രീജിത്ത് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ കുപ്പി തുറന്ന് വെള്ളം അവൾക്ക് കൊടുത്തു. ശ്രീയേട്ടാ എന്തൊരു ആലോചന? ഏയ് ഒന്നുമില്ലടോ. അവളൊരു പഴയ പരിചയക്കാരനെ കണ്ടു. അയാളോട് സംസാരിച്ചെന്നപ്പോ സമയം പോയത് അറിഞ്ഞില്ല. തനി വെള്ളം കുടിക്കുക. അവനവിടെ മുടിയിഴകൾ ഒതുക്കി വെച്ചു. ഭവാനി ആ വെള്ളം കുടിക്കുമ്പോൾ ശ്രീജിത്ത് അവളെ വാത്സല്യത്തോടെ ചേർത്ത് പിടിച്ചു. ആ ഉണങ്ങിയ മുറിവുകളെ വീണ്ടും ഓർത്തെടുക്കുവാൻ അവന് താല്പര്യം തോന്നിയില്ല. വിഷ്ണുവിന് അവന്റെ വഴി, തനിക്കും ഭവാനിക്കും തങ്ങളുടെ സ്വർഗം. കുറച്ചു കഴിഞ്ഞ് ഭവാനിയെ ഡോക്ടർ വിളിച്ചു. ചെക്കപ്പ് കഴിഞ്ഞ് അമ്മയും കുഞ്ഞുങ്ങളും സുഖമായിട്ട് ഇരിക്കുന്നതെന്ന് അറിയുമ്പോൾ ശ്രീജിത്തിന്റെ ഉള്ളം തണുത്തു. നമുക്ക് പോവാം. അവൾ മൂളി. അവൾ അവന്റെ കൈകളിൽ മുറുകെ പിടിച്ചു. അവന്റെ കൈ പിടിച്ച് അവനോട് ചേർന്ന് മുന്നോട്ട് നടക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും ഭാഗ്യമുള്ള പെണ്ണ് താനായിരിക്കുമെന്ന് അവൾ ചിന്തിച്ചു പോയിരുന്നു. അസ്തമയ സൂര്യന്റെ ചുവപ്പുഴന്ന ആ വൈകുന്നേരം പുതിയൊരു പുലരിക്കായുള്ള കാത്തിരിപ്പിൽ അവരുടെ യാത്ര തുടരട്ടെ. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക.